നമസ്തേ. പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ ദിവസവും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങാറ്. വാർത്തകൾ പലതും നമുക്ക് മാറി മാറി വരും. എല്ലാം നല്ലതായിരിക്കണമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുകയുമില്ല. പക്ഷെ നമ്മളെപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ മാത്രം മുന്നോട്ട് പോവുക. നല്ല വാർത്തകൾ മാത്രം സംഭവിക്കുന്നു, നല്ല കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന ശുഭാപ്തി വിശ്വാസം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകട്ടെ. ഇന്നൊരു ഞായറാഴ്ചയാണ്, അതിൻ്റെ ആലസ്യം എല്ലാവർക്കും ഉണ്ടാകും. അവധിയാണ്. പക്ഷെ അവധി ദിവസമാണ് എങ്കിലും ഇനി വരാൻ പോകുന്ന ഒരാഴ്ചത്തേക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നവരുമുണ്ട്. അങ്ങനെ വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ദിവസം ആരംഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്ന് എന്ന് പറഞ്ഞാൽ കൊല്ലവർഷം 1200 ആണ്ട്, മിഥുനം 15, ആയില്യം നക്ഷത്രം, 2025 ജൂൺ 29 ഞായറാഴ്ച. ഇന്നത്തെ രാഹുകാലം വൈകിട്ടാണ് 4:30 മുതൽ 6 മണി വരെ. വാർത്തകളിലേക്ക് പോകാം. പ്രധാന വാർത്തകൾ. കൊച്ചി എടശ്ശേരി ബാറിൽ DJ പാർട്ടിക്കിടെ സംഘർഷം. യുവാവിനെ ബിയർ കുപ്പിക്കൊണ്ട് ആക്രമിച്ച് യുവതി. പരിക്കേറ്റ യുവാവ് ചികിത്സയിൽ. സംഘർഷം സിനിമാ താരങ്ങൾ പങ്കെടുത്ത പാർട്ടിയിൽ. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കുരുക്കുമുറുക്കി ഇഡി. കെ രാധാകൃഷ്ണൻ MPക്കെതിരെ തെളിവുകളും മൊഴികളും ശക്തം. ബാങ്ക് അക്കൗണ്ട് തുറന്നത് രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമെന്നും ഇഡി. കേരള സർവകലാശാല രജിസ്ട്രാറോട് കൂടുതൽ വിശദീകരണം തേടി VC. മതചിഹ്നങ്ങൾ ഏതായിരുന്നുവെന്ന് വിശദീകരിക്കണം. വിശദമായ റിപ്പോർട്ട് ഇന്ന് ഗവർണർക്ക് കൈമാറും. ഭാരതാംബയെ അധിക്ഷേപിച്ച VSSC ഉദ്യോഗസ്ഥനെതിരെ പരാതി. വകുപ്പുതല നടപടി വേണമെന്ന ആവശ്യം. പ്രമോദിന്റേത് CCS ചട്ടങ്ങളുടെ ലംഘനമെന്നും പരാതിയിൽ. ജനം ബ്രേക്കിംഗ്. ബഹിരാകാശ വിശേഷങ്ങൾ പ്രധാനമന്ത്രിയോട് പങ്കുവച്ച് ശുഭാൻശു ശുക്ല. ഗവേഷണ പദ്ധതികൾ വിശദീകരിച്ചു. ഭാരതത്തിന്റെ ആത്മീയതയും ധ്യാനവും യാത്രയിൽ പ്രചോദനമായി എന്ന് ശുഭാൻശു. ഹമാസ് ഭീകരനെ വധിച്ച ഇസ്രയേൽ. ഹക്കിം അലിസയെ വധിച്ചത് വ്യോമാക്രമണത്തിൽ. കൊല്ലപ്പെട്ടത് ഹമാസ് മുൻ സൈനിക മേധാവി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കും. അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് 503-ൽ രക്ഷാദൌത്യം പ്രതിസന്ധിയിൽ. കണ്ടെയ്നറുകളിൽ വിഷപദാർത്ഥങ്ങളുണ്ടോ എന്ന് സംശയം. പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടാതെ കപ്പൽ കമ്പനി. പാലക്കാട് വിക്ടോറിയ കോളേജിൽ SFIക്കാരല്ലാത്തവരെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുന്നതായി ആക്ഷേപം. ബിരുദ വിദ്യാർത്ഥിനിയെ പ്രോജക്ട് മൂല്യനിർണ്ണയത്തിൽ ബോധപൂർവം പരാജയപ്പെടുത്തിയെന്ന് പരാതി. അധ്യാപികയ്ക്കെതിരെ ഗവർണർക്കും VCക്കും നിവേദനം. പാകിസ്ഥാനിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തി. പ്രഭവ കേന്ദ്രം മധ്യ പാകിസ്ഥാനിലെ മുൾട്ടാൻ. DJ പാർട്ടികളെ കുറിച്ചൊക്കെ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ സജീവമാണ്, സാധാരണവുമാണ്. കൊച്ചിയിലാണ് സാധാരണഗതിയിൽ കൂടുതലായി DJ പാർട്ടികൾ നടക്കുന്നതായി നമ്മൾ കേട്ടിട്ടുള്ളത്. കൂടുതലായി എല്ലായിടത്തും ഉണ്ടെങ്കിലും കൂടുതലായി അവിടെ ഉണ്ട്. കാരണം സിനിമാക്കാരൊക്കെയും കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അവിടെയാണ് എന്നുള്ളതുകൊണ്ട് സിനിമാക്കാർ കൂടി പങ്കെടുക്കുന്ന DJ പാർട്ടികളാണ് അവിടെ കൂടുതലായും നടക്കാറ്. കൃത്യമായി പോലീസ് സംരക്ഷണം ഉണ്ടാകുമെന്നും നിയന്ത്രണം ഉണ്ടാകുമെന്നും ഏത് ഹോട്ടലിലാണോ ഈ DJ പാർട്ടി നടക്കുന്നത് അവരുടെ ഒരു നിരീക്ഷണം ഉണ്ടാകുമെന്നും ഒക്കെയാണ് കേട്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴായി ഈ DJ പാർട്ടികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും ഒരു റിപ്പോർട്ട് ഇന്ന് വരുന്നത് എടശ്ശേരി മാൻഷൻ
ബാറിൽ DJ പാർട്ടിക്കിടെ ഒരു സംഘർഷം ഉണ്ടായി എന്നുള്ളതാണ്. അവിടെ യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് ഒരു യുവതി ആക്രമിച്ചിരിക്കുന്നു. യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ചാണ് യുവാവിനെ ആക്രമിച്ചത്. സിനിമാ താരങ്ങളടക്കം ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജിജീഷ്, കൊച്ചിയിൽ ഇത്തരം സംഭവങ്ങൾ ഒരുപക്ഷെ രാത്രി വൈകിയുള്ള ഇത്തരം ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ പതിവായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിരീക്ഷണങ്ങൾ പലതും പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ നടന്നിരിക്കുന്നത് ഒരു DJ പാർട്ടിക്കിടെയാണ്. അവിടെ സിനിമാ താരങ്ങളടക്കം പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അതൊരു കൃത്യമായൊരു സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ എന്താണ് സംഭവിച്ചത്? അപമര്യാദയെ പെരുമാറിയെന്ന യുവതിയുടെ പരാതിയിൽ കഴമ്പുണ്ടോ? പിന്നീട് സംഭവിച്ചത് എന്താണ്? വീണ പറഞ്ഞതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ DJ പാർട്ടികൾ നടക്കുമ്പോഴുള്ള സംഘർഷങ്ങൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നിരവധി ഹോട്ടലുകളിൽ ഈ അടുത്ത കാലത്ത് തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഒരിക്കൽ സമാനമായ ഒരു സ്ഥിതിയുണ്ടായ വെടിവയ്പ്പെല്ലാം നടന്ന ഹോട്ടലാണ് ഈ ഇടശ്ശേരി മാൻഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഇടശ്ശേരി മാൻഷൻ ഹോട്ടൽ. അതിൻ്റെ മുന്നിലുള്ള മില്ലേനിയൽസ് എന്ന ഒരു ബാറിലെ DJ പാർട്ടി നടക്കുന്ന സ്ഥലത്താണ് ഇന്നലെ ഒരു സംഘർഷമുണ്ടായത്. രാത്രി 10:30 ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. യുവതി പറയുന്നത് യുവാവിനെ ബിയർ കുപ്പി പൊട്ടിച്ചു കുത്തുകയായിരുന്നു. അതിന് യുവതി പോലീസിന് നൽകിയിരിക്കുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് തന്നോട് മോശമായി പെരുമാറി, അപമര്യാദയായി പെരുമാറി, ശരീരത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചു. ഈ ഒരു സമയത്താണ് താൻ പ്രതികരിച്ചത് എന്ന കാര്യമാണ് പറയുന്നത്. യുവാവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇയാൾ ചികിത്സയിൽ തുടരുകയും ചെയ്യുകയാണ്. തൊടുപുഴ സ്വദേശിയാണ് യുവതി. 29 വയസ്സുകാരിയായ യുവതി ഉദയംപേരൂർ സ്വദേശിയാണ്. ഈ സമയത്ത് അവിടെ സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളും പിന്നണി ഗായകരും എല്ലാം തന്നെ പങ്കെടുക്കുന്ന ഒരു DJ പാർട്ടി നടക്കുകയായിരുന്നു. ആ DJ പാർട്ടിക്കിടെയാണ് ഈ ഒരു സംഘർഷവും തർക്കങ്ങളും തന്നെ ഉണ്ടായത്. ഇതിനിടയിൽ പ്രമുഖരായ ആളുകൾ അല്ലെങ്കിൽ തിരിച്ചറിയാവുന്ന നാട്ടുകാർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ആളുകളെല്ലാം അവിടെ നിന്ന് വേഗത്തിൽ രക്ഷപ്പെട്ടു. നേരത്തെ സമാനമായി തന്നെ ഒരു വെടിവെയ്പ്പ് നടന്ന സംഭവം ഉണ്ടായിരുന്നു. മറ്റൊരു ബാറിൽ എത്തിയതിന് ശേഷം അവിടെ മദ്യം ലഭിക്കാത്തതോടെ, സമയം വൈകിയെന്ന് പറഞ്ഞ് മദ്യം ലഭിക്കാതായതോടെ ഇടശ്ശേരി മനുഷ്യനിലെത്തി അവിടെ മദ്യം ആവശ്യപ്പെട്ടു. അത് നൽകാൻ തയ്യാറാകാത്തതോടുകൂടി വലിയ സംഘർഷത്തിലേക്ക്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ എത്തിയ യുവാക്കൾ 4 പേരിലടങ്ങുന്ന സംഘം. അതിനുശേഷം അവർ വെടിവെയ്പ്പ് നടത്തുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും എല്ലാം ചെയ്തു. ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി ഇതേ ബാർ ഹോട്ടൽ കേന്ദ്രീകരിച്ച് തന്നെ നടക്കുകയും ചെയ്തിരിക്കുന്നത്. പോലീസ് നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. യുവതിയുടെ മൊഴി പരിശോധിച്ച് വരികയാണ് എന്ന കാര്യമാണ് അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വലിയ പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് യുവതിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. അതിനുശേഷം ബാറിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി തന്നെ നിർത്തിവെക്കാനുള്ള, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് വിശദമായ ഒരു അന്വേഷണത്തിലേക്കെല്ലാം തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു കൂടിയുള്ള ഒരു പരിശോധനകൾ ഈ ഒരു ഘട്ടത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ യുവതിയുടെ മൊഴി അനുസരിച്ചാണെങ്കിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു നടപടിയിലേക്കായിരിക്കും പോലീസ് കടക്കുക. അപമര്യാദയായി പെരുമാറി എന്നതടക്കം മോശമായി പെരുമാറിയത് കൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന കാര്യമാണ് യുവതി മൊഴിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത് വൈകുകയും ചെയ്യുന്നത്. വിശദമായ മൊഴിയെടുത്ത ശേഷം തുടർ നടപടിയിലേക്ക് കടക്കുക എന്നത് തന്നെയാണ്. സമാനമായ നിരവധി സംഭവങ്ങൾ കൊച്ചിയിലെയും കുണ്ടന്നൂരിലെയും എല്ലാം തന്നെ ഹോട്ടലിൽ നേരത്തെ സമാനമായ വെടിവയ്പ്പ് നടന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ബാറിൽ മദ്യപിച്ചിരുന്ന ആളുകൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുകയും അത് വലിയ സംഘർഷത്തിലേക്കും കത്തിക്കുത്തിലേക്കും എല്ലാം തന്നെ പോകുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം രാത്രി 11 മണിക്ക് ശേഷം ബാറുകൾ പ്രവർത്തിക്കുന്നതിനും ആളുകൾക്ക് മദ്യം വിളമ്പുന്നതിനും എല്ലാം തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ആ നിയന്ത്രണങ്ങൾക്ക് ശേഷവും ഈ സംഘർഷങ്ങൾക്ക് അവസാനമില്ല, അല്ലെങ്കിൽ DJ പാർട്ടികൾ കേന്ദ്രീകരിച്ചുള്ള പ്രശ്നങ്ങൾക്ക് അവസാനമില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നേരത്തെയും DJ പാർട്ടികൾ കേന്ദ്രീകരിച്ച് ലഹരി വിതരണമായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ DJ പാർട്ടികളിൽ ലഹരി ഉപയോഗിക്കുന്ന സംഘങ്ങളും അത് വിൽപ്പന നടത്തുന്ന സംഘങ്ങളും സജീവമായിരുന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നത് എങ്കിൽ, ലഹരി പാർട്ടികൾക്കിടയിൽ ഇത്തരം പരസ്പരമുള്ള സംഘർഷങ്ങളും തർക്കങ്ങളും ആക്രമണങ്ങളും എല്ലാം തന്നെ പതിവാകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു. അധികം വൈകാതെ, രാത്രി ഒരുപാട് വൈകാതെയാണ് ഈ ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ബാറ് അടക്കുന്നതിൻ്റെ സമയത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ നൃത്തച്ചുവടുകൾ വയ്ക്കുന്നതിനിടയിൽ യുവാവ് യുവതിയോട് അപമര്യാദയായി പെരുമാറുന്നു. അതിന് ശേഷം ഒരു
പ്രതികരണം എന്ന നിലയിൽ യുവതി ശക്തമായി തന്നെ പ്രതികരിക്കുന്നു എന്ന രീതിയിലാണ് അവർ നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല ബൗൺസർമാരടക്കം ഇതിൻ്റെ പുറത്തും അകത്തുമെല്ലാമായി തന്നെ ഉണ്ടായിരുന്നു. വലിയ ഒരു DJ പാർട്ടി തന്നെയാണ്, പ്രത്യേകമായ ഒരു സംഗീത നിശ തന്നെയായിരുന്നു അവിടെ സംഘടിപ്പിക്കുകയും ചെയ്തത്. അതിൽ സിനിമാ താരങ്ങൾ, സീരിയൽ താരങ്ങൾ, പിന്നണി ഗായകർ, അങ്ങനെ പ്രമുഖരായ ആളുകൾ, അറിയപ്പെടുന്ന നിരവധി ആളുകൾ അതിൽ പങ്കാളികളാവുകയും ചെയ്തു. ഈ DJ പാർട്ടി പോലെയുള്ള പാർട്ടികൾ നടക്കുമ്പോൾ അതൊന്നും നിയമവിരുദ്ധമല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രശസ്തരും പ്രമുഖരുമായ ആളുകളൊക്കെ ഇത്തരം DJ പാർട്ടികളിൽ പങ്കെടുക്കുന്നത് സ്വാഭാവികവുമാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതെല്ലാവരുടെയും പേരിലേക്ക് വരുന്നതും ഒരു സങ്കടകരമായ ഒരു അവസ്ഥയായി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കേസുകളുടെ അവസ്ഥ എന്തുകൊണ്ടാണ് ഇങ്ങനെയായി മാറുന്നത് എന്നുള്ളത് ഇതുമായി ചേർത്ത് വായിക്കണമെന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതുമായി ഇത്തരം DJ പാർട്ടികളിൽ ഉണ്ടാകുന്ന പല കേസുകളും പിന്നീട് തേഞ്ഞുമാഞ്ഞു പോകുന്നതായി കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ DJ പാർട്ടികളിൽ സ്ഥിരമായി ലഹരി മരുന്ന് ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കൃത്യമായ നിരീക്ഷണമൊക്കെ ഈ DJ പാർട്ടികൾക്ക് മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടോ? ദിവസവും ഉണ്ടോ ഇതെല്ലാം? വീണ, ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ അത് പൂർണ്ണമായും തന്നെ നിലച്ചു എന്ന് തന്നെ പറയാം. നമുക്ക് അറിയാവുന്നതുപോലെ നേരത്തെ മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട ആ സമയത്തായിരുന്നു ഇതിനു മുമ്പ് നൈറ്റ് പാർട്ടികൾ വലിയ തോതിൽ ചർച്ചയായത്. ഇത്തരത്തിൽ നിശാ പാർട്ടികളിൽ, DJ പാർട്ടികളിൽ പങ്കെടുത്ത് മടങ്ങിയ ആളുകൾ അവർ പിന്തുടർന്നതിനെ തുടർന്ന് ഉണ്ടായ ഒരു അപകടമാണ് ദേശീയ പാതയിൽ, കുണ്ടന്നൂർ പാലാരിവട്ടം ദേശീയ പാതയിൽ നടന്ന അപകടത്തിലായിരുന്നു മോഡലുകൾ കൊല്ലപ്പെട്ടത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ പുറത്തു വന്നു. ആ DJ പാർട്ടികളിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ചില ആളുകൾ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരികയും ചെയ്തു. എന്നാൽ അതിലൊന്നും അന്വേഷണം പിന്നീട് കൃത്യമായി മുന്നോട്ട് പോയിരുന്നില്ല ഇത്തരം DJ പാർട്ടികളിലേക്ക്. ഒപ്പം തന്നെയാണ് ലഹരി ഇടപാടുകൾ. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി മേഖലകളിലെല്ലാം തന്നെ ലഹരി സംഘങ്ങൾ DJ പാർട്ടികൾക്ക് ലഹരി എത്തിക്കുന്നു. ആ ലഹരി എത്തിച്ചതിന് ശേഷം അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി, കൊച്ചിയിൽ എത്തിക്കുന്നതിന് വേണ്ടി, അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി, DJ പാർട്ടികൾക്ക് കൈമാറുന്നതിന് വേണ്ടി എല്ലാം തന്നെ പ്രത്യേക സംഘങ്ങൾ തന്നെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ വിവരങ്ങൾ ലഭിച്ചു. ഈ ഒരു ഘട്ടങ്ങളിൽ കൃത്യമായ പരിശോധന പോലീസിൻ്റെയോ എക്സൈസിൻ്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ അത് മദ്യ വിതരണം സമയം കഴിഞ്ഞും വിതരണം ചെയ്യുന്നു, ലഹരി ഇടപാടുകൾ ഉണ്ടാകുന്നുണ്ട്, മറ്റ് മാരക ലഹരികളുടെ ഇടപാടുകൾ നടക്കുന്നു എന്നെല്ലാമുള്ള വിവരങ്ങൾ, സൂചനകൾ ലഭിക്കുമ്പോൾ പോലും കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ ഹോട്ടലിലടക്കം, ഇടശ്ശേരി മനുഷ്യനിലടക്കം തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിരുന്നു. ആ ഘട്ടങ്ങളിൽ പോലീസ് ചില കേസുകൾ എടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നു എന്നതിനപ്പുറം വിശദമായ ഒരു അന്വേഷണമോ തുടർച്ചയായ ഒരു നിരീക്ഷണമോ പട്രോളിങ്ങോ ഈ ഭാഗങ്ങളിൽ കൃത്യമായി തന്നെ നടത്താറില്ല. അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് ഈ മദ്യപ സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നത്. അവർ കത്തിക്കുത്തിലേക്കും ആക്രമണങ്ങളിലേക്കും എല്ലാം തന്നെ കടക്കുന്നത്. അത് സാധാരണ നിലയിൽ മദ്യ വിൽപ്പനശാലകൾക്ക് മുന്നിലാണെങ്കിലും ഇത്തരത്തിൽ ബാറുകൾക്ക് മുന്നിലാണെങ്കിലും എല്ലാം തന്നെ സ്ഥിരമായുള്ള ഒരു സംഭവങ്ങളും കാഴ്ചകളും തന്നെയാണ്. അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് പലപ്പോഴും ചില ഘട്ടങ്ങളിൽ അത് കൊലപാതകത്തിലേക്കോ കൊലപാതക ശ്രമങ്ങളിലേക്കോ പോലും എത്തുന്നു എന്നതാണ് അതീവ ഗുരുതരമായ, ഏറ്റവും ഗൗരവകരമായ ഒരു കാര്യമെന്ന് പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികൾ, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി പോലീസ് സ്വീകരിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. പോലീസ് വ്യക്തമാക്കുന്നത് യുവതിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. മറ്റ് ആർക്കെങ്കിലും ഈ ഒരു കേസുമായി പങ്കാളിത്തമുണ്ട് എങ്കിൽ, ഈ ഒരു സംഘർഷത്തിൽ മറ്റാർക്കെങ്കിലും പങ്കാളിത്തമുണ്ട് എങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്യുമെന്നെല്ലാം തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഓക്കെ, ശരി ജിജീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. നമുക്ക് നോക്കാം ഈ കേസ് ഇനി എങ്ങനെയാകും എന്നുള്ളത്. ചില കമൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ശ്രീ പപ്പൻ കാഞ്ഞങ്ങാട് പറയുന്നു, സൂര്യോദയ സമയം അനുസരിച്ച് രാഹുകാലം മാറും, കൃത്യമായും പറയുക, തെറ്റിച്ച് പറയരുതെന്ന്. തീർച്ചയായും തെറ്റിച്ച് പറയുന്നതല്ല, പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സൂര്യോദയ സമയം അനുസരിച്ച് മിനിറ്റുകളുടെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയുള്ള സമയങ്ങളിൽ മാറ്റം വരുന്നത്, ഒരുപക്ഷെ ചില സമയങ്ങളിൽ അതിൽ കൂടുതൽ മാറ്റങ്ങൾ വരുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചില നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാഹുകാലം നോക്കി നമ്മളൊരു ജോത്സ്യനെ കൊണ്ടൊക്കെ സമയം കുറിപ്പിച്ചൊക്കെയാണല്ലോ നമ്മളങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ അത് അദ്ദേഹം കൃത്യമായി നോക്കുകയും പറയുകയും ചെയ്യും. ഏകദേശ സമയമാണ് പറയുന്നത്. ഈ സമയത്താണ് സാധാരണഗതിയിൽ രാഹുകാലം ഉണ്ടാകാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സമയം നോക്കി ഇറങ്ങുക എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. പ്രേക്ഷകരുടെ അറിവിലേക്ക് കൂടിയാണ്. തീർച്ചയായും ഈ കലണ്ടറിൽ കാണുന്ന ആ കൃത്യസമയം തന്നെ രാഹുകാലമായിരിക്കണമെന്നില്ല, മാറ്റങ്ങൾ വരാം. സൂര്യോദയത്തിൻ്റെ സമയം അനുസരിച്ച് മാറ്റങ്ങൾ വരാം എന്നുള്ളത്. ഈ യുവതിയുടെ പേര് പറയാത്തത് എന്തുകൊണ്ടാണ്? മദ്യപിക്കുന്ന യുവതികളുടെ പേര് പറയാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. നോക്കൂ, നമ്മൾ ചില സ്ത്രീകൾ ചില കേസുകളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വരികയും
എൻ്റെ പേര് പറയൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് പേര് പറഞ്ഞുകൊണ്ട് അവർ കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ അപ്പോൾ അവരെ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഞങ്ങൾ അവരുടെ മുഖം വ്യക്തമല്ലാത്ത രീതിയിലാണ് വാർത്തകൾ നൽകാറ്. അത് നമ്മുടെ ഭാരതത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസൃതമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് സ്ത്രീകളുടെ സംരക്ഷണം എന്ന രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ചില നിയമങ്ങളുണ്ട്, ചില നടപടികളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മാത്രമേ മാധ്യമങ്ങൾക്കും പ്രതികരിക്കാൻ സാധിക്കാതെ ഉള്ളൂ. അതല്ലാതെ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും ഉത്തരവാദിത്വം ഇല്ലാത്ത തരത്തിലുള്ള മാധ്യമങ്ങൾ ഉണ്ടാകും എന്നല്ല, ഉണ്ട്. അത് ഈ മുഖ്യധാരാ മാധ്യമങ്ങളെക്കുറിച്ചല്ല, സാറ്റലൈറ്റ് ചാനലുകളെക്കുറിച്ചല്ല പറയുന്നത്. അതല്ലാതെ നിങ്ങൾ യൂട്യൂബിലൊക്കെ പലപ്പോഴും കാണുന്ന ചാനലുകൾ എന്ന് പറഞ്ഞ്, ന്യൂസ് ചാനലുകൾ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന പലരും അത് ചെയ്യുന്നുണ്ടാകും. അവർ ഉത്തരവാദിത്വമുള്ള ചാനലുകൾ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ, നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചാനലുകൾ അല്ലാത്തതുകൊണ്ട് തന്നെ അവർക്കതിന് കഴിയുമായിരിക്കും. പക്ഷേ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചാനലുകൾക്ക് അത് സാധിക്കില്ല. അത് നിയമപരമായി സാധ്യമല്ലാത്തത് കൊണ്ടുകൂടിയാണ് നമ്മൾ അത്തരം ചില പേരുകൾ പറയാത്തത്. പക്ഷേ അത്തരം വാർത്തകൾ തെളിഞ്ഞു വരുന്ന മുറയ്ക്ക് ആ പേരുകൾ പറയുന്നതിനും ബുദ്ധിമുട്ടുണ്ടാകാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് ശ്രദ്ധിക്കുക. ഈ കേസിൽ മാത്രമല്ല, പൊതുവേ ഉള്ള കേസുകളിൽ ഒരു ജനറലായ ഒരു കാര്യമായി പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് വീണ്ടും വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ, ഹമാസ് ഭീകരൻ ഹക്കിം അൽ ഇസയെ ഇസ്രായേൽ വധിച്ചു എന്നൊരു വാർത്തയുണ്ട്. ഇന്നലെ നടന്ന വ്യോമാക്രമണത്തിലാണ് ഇസ കൊല്ലപ്പെട്ടത്. ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ മേധാവിയായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ഇസ. ഒക്ടോബർ 7-നുണ്ടായ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ഇയാൾ. ഗാസയിലെ സബ്രയിൽ ഇന്നലെ നടന്ന ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് പ്രതിരോധ സേന അറിയിച്ചു. ഐസൻ ജോസ് ആണ് വിവരങ്ങളുമായി ചേർന്ന. ഐസൻ, ഗുഡ് മോർണിംഗ്. ഈ വാർത്ത, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? വ്യോമാക്രമണം നടന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഈ വ്യോമാക്രമണത്തിലാണ് ഈ ആക്രമണത്തിലാണ് ഈസ കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഒക്ടോബർ 7 നടന്ന വലിയ തോതിൽ നടന്ന ആക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാൾ കൂടിയാണ് ഇയാളെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും തുടർന്നുള്ള ആക്രമണങ്ങളിൽ ഭാഗമാവുകയും പിന്നീടും ഗാസയിലെ പല മേഖലകളിലും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത വ്യക്തി കൂടിയായതിനാലാണ് ഇയാളെ ലക്ഷ്യം വെച്ചത് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നത്. ശക്തമായ ഒരു ആക്രമണമാണ് നടന്നത്. ഇസ്രായേൽ പ്രതിരോധ സേന കണക്കുകൂട്ടിയിരുന്ന വ്യക്തികളിൽ, അല്ലെങ്കിൽ കൊലപ്പെടുത്തണമെന്ന് കണക്കുകൂട്ടിയിരുന്ന വ്യക്തികളിൽ ഒരാൾ തന്നെയായിരുന്നു ഇയാളെന്നും റിപ്പോർട്ടുകൾ കൃത്യമായും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നുണ്ട്. ഈ അത്തരത്തിൽ ഹക്കിം അൽ ഇസയുടെ വധം നടന്നതിന് ശേഷം നടന്ന റിപ്പോർട്ടുകളിലും ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, 2023 ഒക്ടോബർ 7 ഇത്തരത്തിൽ പാരഷൂട്ടുകളിലെല്ലാം തന്നെ പറന്നിറങ്ങി വലിയ തോതിൽ ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രായേലിനെതിരെ നടന്ന ഈ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ഇപ്പോഴും ബന്ദികളായി പിടികൂടപ്പെട്ടവരെ മുഴുവനും വിട്ടയക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ സൈനിക നടപടികൾ ഗാസയിലെ പല ഹമാസ് ശക്തി കേന്ദ്രങ്ങളിലും തുടരുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കമുണ്ടായതും ഇയാളെ കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. വീണ. ഓക്കെ, ശരി. ഐസൻ വിവരങ്ങൾ നൽകുകയാണ്. അതേസമയം ഐസൻ, മറ്റൊരു വിഷയമുള്ളത്, ഈ പാകിസ്ഥാനിൽ ഭൂചലനം ഉണ്ടായിട്ടുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തിയതാണ് അറിയുന്നത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നറിയുന്നു. മധ്യ പാകിസ്ഥാനിലെ മുൾട്ടാനാണ് പ്രഭവ കേന്ദ്രം. ഐസൻ, എന്താണ് ഇതിന്റെ വിവരങ്ങൾ? പാകിസ്ഥാനിലെ മുൾട്ടാനിൽ ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 3:54 കൃത്യമായ സമയം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഭൂകമ്പമുണ്ടായത് 5.2 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി എന്ന് പാകിസ്ഥാന്റെ ഔദ്യോഗികമായ ഭൗമ പഠന കേന്ദ്രം തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഭൂകമ്പത്തിൽ വലിയ ആൾനാശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എങ്കിലും ഭൂകമ്പം ഉണ്ടായിരിക്കുന്ന മുൾട്ടാനിലെ പ്രഭവ കേന്ദ്രം ഭൂമിക്കടിയിലേക്ക്, അതായത് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും താഴേക്ക് 150 കിലോമീറ്റർ ഉള്ള ഒരു പ്രദേശത്താണ്. സ്വാഭാവികമായും അതൊരു ശക്തമായ ഭൂകമ്പമായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 150 കിലോമീറ്ററോളം താഴെ എന്ന് പറയുമ്പോൾ അതിശക്തമായ ഭൂകമ്പമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. എങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മേഖലയിൽ പലതവണയായി ഇത്തരത്തിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വൻതോതിലുള്ള ദുരന്ത പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു സംവിധാനമുണ്ട്. പ്രായോഗികമായെങ്കിലും അത്തരത്തിലുണ്ട് എന്നതുകൊണ്ട് വലിയ ആൾനാശത്തിനുള്ള സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും വിശദീകരണങ്ങളും ഇനിയും വരേണ്ടതുണ്ട്. 5.2 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ ഭൂകമ്പം തീർത്തും നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു ഭൂകമ്പമല്ല, അല്ലെങ്കിൽ അതൊരു ചെറിയ തോതിലുള്ള ഭൂകമ്പമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് തന്നെയായാലും നിലവിലെ സൂചനകൾ അനുസരിച്ച് വലിയ ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ കൂടി അത്തരത്തിൽ പൂർണ്ണമായും സുരക്ഷിതമാണ് മേഖല എന്ന് പറയാവുന്ന ഒരു സാഹചര്യമില്ല. വൈദ്യുതി ബന്ധവും അതുപോലെ തന്നെ മറ്റു ടെലിഫോൺ കണക്ഷനുകളെല്ലാം തന്നെ നിശ്ചലമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വാർത്താവിനിമയ സംവിധാനങ്ങൾക്കുള്ള തകരാറെല്ലാം തന്നെ മേഖലയിൽ സംഭവിച്ചതുകൊണ്ട് തന്നെ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വിശദാംശങ്ങൾ
ലഭ്യമാകുന്ന മുറയ്ക്ക് ഭൂകമ്പത്തിന്റെ തീവ്രതയും അത് ഏൽപ്പിച്ച സാമൂഹ്യ ആഘാതവും മനസ്സിലാക്കാനും സാധിക്കും. ശരിയായി സർ. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ മുൻമന്ത്രി കെ രാധാകൃഷ്ണൻ എംപിക്കെതിരായ ഇ.ഡി. തെളിവുകളും മൊഴികളും ശക്തം. കള്ളപ്പണത്തിന്റെ പങ്ക് പറ്റാൻ ബാങ്ക് അക്കൗണ്ട് തുറന്നത് തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന കെ രാധാകൃഷ്ണൻ നിർദ്ദേശപ്രകാരമെന്ന് ഇ.ഡി. കണ്ടെത്തൽ. കലൂർ PMLA കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോഴാണ് കേസിലെ നേതാക്കളുടെ പങ്കാളിത്തം വ്യക്തമാകുന്നത്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ജിജീഷ്, ഈ കുറ്റപത്രത്തിലെ കൂടുതൽ തെളിവുകൾ അല്ലെങ്കിൽ അതിൽ ചേർത്തിരിക്കുന്ന കാര്യങ്ങൾ പുതുതായി പുറത്തു വരുന്ന സമയത്താണ് എത്രത്തോളം വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, ആർക്കൊക്കെ കൃത്യമായ പങ്കുണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരുന്നത്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? വീണ, കരുവന്നൂർ കള്ളപ്പണ കേസിൽ പ്രതികളായ നേതാക്കൾ ഏതെല്ലാം വിധേനയാണ് അതിലെ പങ്കാളിത്തം ഉണ്ടായത്, അവരുടെ പങ്കാളിത്തം ഉറപ്പിച്ചത് എന്ന കാര്യം തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്ന കുറ്റപത്രത്തിൽ വളരെ വിശദമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് CPMൻ്റെ തൃശ്ശൂർ മുൻ ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ മുൻ മന്ത്രിയും മുൻ സ്പീക്കറുമായ കെ രാധാകൃഷ്ണൻ, നിലവിലെ MP, ഈ ഒരു സാമ്പത്തിക ഇടപാടിൽ, കള്ളപ്പണ ഇടപാടിൽ കൃത്യമായ പങ്കാളിയായിട്ടുണ്ട്. വലിയ തെളിവുകളാണ് തങ്ങളുടെ പക്കൽ ഉള്ളത് എന്ന കാര്യമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ പറയുന്നത് ഈ ഒരു കള്ളപ്പണം നിക്ഷേപത്തിന് വേണ്ടി ഒരു അക്കൗണ്ട്, പാർട്ടി അക്കൗണ്ട് തുടങ്ങുന്ന ഘട്ടത്തിൽ അതിനുവേണ്ടി മുൻകൈ എടുത്തതും ആ അക്കൗണ്ട് ആരംഭിച്ചതും 2016, 2018 കാലത്ത് കെ രാധാകൃഷ്ണൻ CPMൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ്. കെ രാധാകൃഷ്ണൻ കൃത്യമായി അറിയാമായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിൽ അനധികൃത വായ്പകൾ സമാഹരിച്ച ആളുകൾ, ഇത്തരത്തിൽ മാത്രമല്ല ബിനാമി പേരുകളിലടക്കം വായ്പകൾ സംഘടിപ്പിച്ച ആളുകൾ, അവർക്ക് അനധികൃത ലോണുകൾ ലഭിച്ചതിൻ്റെ പ്രത്യുപകാരമായി ഒരു നിശ്ചിത തുക പാർട്ടിക്ക് നൽകാൻ ആഗ്രഹിക്കുകയും പാർട്ടി അത്തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് പണം നൽകുന്നതിന് വേണ്ടിയാണ് പുറത്തുശ്ശേരി പുറത്തുശ്ശേരി കമ്മിറ്റിക്ക് വേണ്ടി പാർട്ടി ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപയുടെ സമാഹരണം എന്ന പേരിൽ ഫണ്ട് ആരംഭിച്ചത്. അതിലേക്കാണ് ഈ ആളുകളെല്ലാം തന്നെ പണം നിക്ഷേപിച്ചത്. അതുകൊണ്ട് തന്നെ ജില്ലാ സെക്രട്ടറി അറിഞ്ഞിട്ടാണ് ഈ ഫണ്ടിൻ്റെ ഇടപാടുകളെല്ലാം നടന്നത് എന്ന കാര്യമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കുറ്റപത്രത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ പാർട്ടി അക്കൗണ്ടിലേക്ക് നേരത്തെ പ്രതിയേർക്കപ്പെടുകയും പിന്നീട് മാപ്പുസാക്ഷിയാക്കപ്പെടുകയും ചെയ്തിരുന്ന ബാങ്കിൻ്റെ സെക്രട്ടറി 1 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. ഈ 1 ലക്ഷം രൂപ നൽകിയിരിക്കുന്നതും ഇത്തരത്തിൽ ഇടപാടുകളിലൂടെയായിരുന്നു. അതായത് അനധികൃത വായ്പകൾ അനുവദിച്ച ആളുകളാണ് ആ പണവും പലരായി നൽകുകയായിരുന്നു എന്ന കാര്യമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ ബാങ്ക് ഡയറക്ടർമാർ പോലും ഇതിലേക്ക് പണം കൈമാറിയിരുന്നു. ഈ സ്ഥലം പോയി പരിശോധിക്കുന്നതിന് വേണ്ടി, ലോണുകൾ അനുവദിക്കുന്നതിന് മുമ്പായി അവർക്ക് ആ ഭൂമി ഉണ്ടോ എന്നതെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ബാങ്ക് ഡയറക്ടർമാർ അതാത് സ്പോട്ടുകൾ എത്തിയിരുന്നു. അങ്ങനെ പരിശോധിക്കുന്നതിന് നിയമാനുസൃതമായി തന്നെ ഒരു നിശ്ചിത തുക അവർ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്, ബാങ്ക് ഡയറക്ടർമാർ. അങ്ങനെ കൈപ്പറ്റിയ പണം പിന്നീട് അവരും ഈ ഒരു അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചതായും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്നു. അങ്ങനെ ആദ്യ അവസാനം കൃത്യമായി കെ രാധാകൃഷ്ണൻ MP പങ്കാളിത്തം സൂചിപ്പിച്ചത് തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കുറ്റപത്രത്തിൽ അദ്ദേഹവുമായി ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ CPM നേതാക്കൾക്ക് കരുവന്നൂർ സഹകരണ ബാങ്ക് ഇടപാടുമായി ഉള്ള ഓരോ ആളുകളുടെയും പങ്കാളിത്തം അരക്കെ ഉറപ്പിച്ചുകൊണ്ട് അതിന്റെ തെളിവുകൾ മുന്നോട്ട് വയ്ക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കലൂർ PMLA കോടതിയിൽ ഈ കുറ്റപത്രം നൽകിയിരിക്കുകയും അതിൽ ഓരോ നേതാക്കളുടെയും പങ്കാളിത്തം വിശദമായി സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ അക്കൗണ്ടിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി ഈ ഒരു കുറ്റപത്രത്തിനൊപ്പം അന്വേഷണ സംഘം ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെല്ലാം കാലഘട്ടങ്ങളിൽ എത്രയെല്ലാം രൂപയാണ് ആ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത്, ആരെല്ലാമാണ് അത്തരത്തിൽ പണം നിക്ഷേപിച്ചത്, ഘട്ടങ്ങളിലായി എത്ര രൂപ വീതമാണ് പണം നൽകിയിരിക്കുന്നത്, ആ 10 ലക്ഷം രൂപ സമാഹരിക്കപ്പെട്ടതിന് ശേഷം ആ അക്കൗണ്ടിലെ പണം മറ്റു ചില അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിരുന്നു. അതായത് മുകൾ ബ്രാഞ്ചുകളിലേക്കായിരുന്നു അത് മാറ്റിയിരുന്നത്. ബ്രാഞ്ചുകൾക്കുണ്ടായിരുന്ന അക്കൗണ്ടുകളെ സംബന്ധിച്ചായിരുന്നു ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത്. ബ്രാഞ്ച് തലത്തിൽ തുടങ്ങിയ അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന പണം അത് പരിധി കഴിയാൻ നേരത്ത് ഏരിയ കമ്മിറ്റി അക്കൗണ്ടുകളിലേക്കും പിന്നീട് അവിടെ നിന്ന് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുകളിലേക്കുമായിരുന്നു പണം മാറ്റിയിരുന്നത് എന്ന കാര്യമാണ് പ്രധാനമായും അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല, ഈ ഓഫീസ് നിർമ്മിക്കാൻ CPM PRY ബിൽഡിംഗ് ഫണ്ട് എന്ന പേരിലായിരുന്നു അക്കൗണ്ട് തുടങ്ങിയിരുന്നത്. ഈ PRY ബിൽഡിംഗ് ഫണ്ട് അക്കൗണ്ടിലേക്കാണ് ഈ 10 ലക്ഷം രൂപയും എത്തിയിരിക്കുന്നത്. അതിൽ പണം നൽകിയിരിക്കുന്ന മുഴുവൻ ആളുകളും അനധികൃത വായ്പകൾ സംഘടിപ്പിച്ച ആളുകളാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുകയും ചെയ്യുന്നത്. അത് കെ രാധാകൃഷ്ണന് മാത്രമല്ല
വിവിധ കാലഘട്ടങ്ങളിൽ CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന ആളുകൾക്ക് MM വർഗീസ് ഉൾപ്പെടെ ഇവിടെ പ്രതിപട്ടികയിലേക്ക് എത്തിയിട്ടുള്ള AC മൊയ്തീൻ അടക്കമുള്ള ആളുകൾക്ക് ഈ കേസിൽ കൃത്യമായ പങ്കാളിത്തം ഉണ്ട് എന്നുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ അന്വേഷണം പുരോഗമിക്കുകയും അതിൻ്റെ അന്തിമ കുറ്റപത്രം രണ്ടാംഘട്ട കുറ്റപത്രവും നൽകുകയും ചെയ്തതിന് ശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കൃത്യമായ പങ്കാളിത്തമാണ് ഈ ഓരോ നേതാക്കൾക്കും ഉള്ളത് എന്ന് തന്നെയാണ് തെളിവുകൾ സഹിതം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ശരി ജിജീഷ്. അഷ്റഫ് പറയുന്നു എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നു, എന്നിട്ട് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലായിരുന്നു. അഷ്റഫ് തുടക്കത്തിൽ തന്നെ ഞാൻ എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്നു. ഒരു പക്ഷേ ഞാൻ കരുതി എൻ്റെ ആ ഗുഡ് മോർണിംഗിനോട് നിങ്ങളെല്ലാവരും തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതിനുശേഷം വന്ന പ്രേക്ഷകരും ഒക്കെ ഉണ്ടാകും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഘട്ടത്തിൽ നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കൊച്ചി എടശ്ശേരി ബാറിൽ DJ പാർട്ടിക്കിടെ സംഘർഷം. യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ച യുവതി, പരിക്കേറ്റ യുവാവ് ചികിത്സയിൽ. സംഘർഷം സിനിമാ താരങ്ങൾ പങ്കെടുത്ത പരിപാടി. കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കുരുക്കുമുറുക്കി ED. കെ രാധാകൃഷ്ണൻ MPക്കെതിരെ തെളിവുകളും മൊഴികളും ശക്തം. ബാങ്ക് അക്കൗണ്ട് തുറന്നത് രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമെന്നും ED. കേരള സർവകലാശാല രജിസ്ട്രാറോട് കൂടുതൽ വിശദീകരണം തേടി VC. മതചിഹ്നങ്ങൾ ഏതായിരുന്നുവെന്ന് വിശദീകരിക്കണം. വിശദമായ റിപ്പോർട്ട് ഇന്ന് ഗവർണർക്ക് കൈമാറും. ഭാരതാംബയെ അധിക്ഷേപിച്ച VSSC ഉദ്യോഗസ്ഥനെതിരെ പരാതി. വകുപ്പ് തല നടപടി വേണമെന്ന ആവശ്യം. പ്രമോദിന്റേത് CCS ചട്ടങ്ങളുടെ ലംഘനമെന്നും പരാതി. ജനം ബ്രേക്കിംഗ്. ഹമാസ് ഭീകരനെ വധിച്ച ഇസ്രയേൽ. ഹാക്കിം അലീസയെ വധിച്ചത് വ്യോമാക്രമണത്തിൽ. കൊല്ലപ്പെട്ടത് ഹമാസ് മുൻ സൈനിക മേധാവി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കും. പാകിസ്ഥാനിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തി. പ്രഭവ കേന്ദ്രം മധ്യ പാകിസ്ഥാനിലെ മുൾട്ടാൻ. ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പിൽ ചെൽസി ക്വാർട്ടറിൽ. ബെൻഫിക്കയെ തോൽപ്പിച്ചത് 1-നെതിരെ 4 ഗോളിന്. ഇന്റർ മയാമി PSG സൂപ്പർ പോരാട്ടം ഇന്ന്. ഫേസ്ബുക്കിലൂടെ ഭാരതാംബയെയും പ്രധാനമന്ത്രിയെയും അധിക്ഷേപിച്ച VSSC ഉദ്യോഗസ്ഥൻ GR പ്രമോദിനെതിരെ വകുപ്പ് തല നടപടി ആവശ്യപ്പെട്ട പരാതി. പ്രധാനമന്ത്രിക്കും ഗവർണർക്കും VSSC ഡയറക്ടർക്കുമാണ് പരാതി. പ്രമോദിന്റേത് CCS ചട്ടങ്ങളുടെ ലംഘനമെന്നും നടപടി വേണമെന്നും പരാതിയിൽ പറയുന്നു. ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷന്റെ പേരിൽ രാജേന്ദ്ര പ്രസാദാണ് പരാതി നൽകിയത്. പരാതിയുടെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. പ്രശാന്ത്, ഈ CCS ചട്ടങ്ങളുടെ ലംഘനം എങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പരാതിയിൽ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പരാതിക്കാരൻ. വീണ, തീർച്ചയായും സർവീസ് ചട്ടങ്ങൾ, CCS സർവീസ് ചട്ടങ്ങളുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനാണ് ഈ GR പ്രമോദ് എന്ന് പറയുന്നത്. സർവീസ് ചട്ടങ്ങളുടെ ലംഘനം നടന്നുവെന്ന് കൃത്യമായിട്ട് വിവരിച്ചുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഗവർണർക്ക്, അതോടൊപ്പം തന്നെ VSSC ഡയറക്ടർക്കും പ്രധാനമന്ത്രിക്കും അടക്കമാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട യാതൊരുവിധ നടപടികളും യാതൊരുവിധ സമീപനങ്ങളും ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്, പ്രമോദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടുന്നു. അതായത് സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കെ കേന്ദ്ര സർക്കാരിലും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെയും സർക്കാർ സംവിധാനങ്ങൾക്കുമെതിരായി നടക്കുന്ന പരാമർശങ്ങൾ, അത് വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിലായിക്കോട്ടെ, അതിലെല്ലാം ഒരു നിഷ്കർഷത പാലിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള നിരവധി സർവീസ് ചട്ടങ്ങൾ ഈ ഉദ്യോഗസ്ഥർക്കുണ്ട്. ആ ചട്ടങ്ങളുടെ എല്ലാം ലംഘനമാണ് നടത്തിയത്. ഇതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ ഭാരതാംബയ്ക്കെതിരെയും, അതായത് ദേശീയതയ്ക്കും ദേശീയ ബിംബങ്ങൾക്കെതിരെയും ഒക്കെ ഉള്ള പരാമർശങ്ങൾ നടത്തിയത്. പ്രധാനമന്ത്രിക്കെതിരെ പരാമർശം നടത്തി, വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതി, കേന്ദ്ര സർക്കാരിനെതിരെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നിരവധി ഘട്ടങ്ങളിൽ ഇദ്ദേഹം ഈ ചട്ടങ്ങളുടെ എല്ലാം ലംഘനം നടത്തി. അതിനെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ്
ഈ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ നടപടി ആവശ്യമുണ്ട്. വകുപ്പ് തല നടപടികൾ അടക്കം സ്വീകരിക്കണം, അല്ലെങ്കിൽ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഗവർണർക്കും അതോടൊപ്പം തന്നെ VSSC ഡയറക്ടർക്കും പരാതി നൽകി. അതോടൊപ്പം പ്രധാനമന്ത്രിക്കും ഇമെയിൽ വഴിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇദ്ദേഹം ഈ പ്രമോദ് എന്ന് പറയുന്ന ഒരു ഇടത് സംഘടനാ നേതാവ് കൂടിയാണ്. ഇടത് സർവീസ് സംഘടനയുടെ ഒരു നേതാവാണ്. മാത്രമല്ല VSSCയിലെ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട ചില മാന്യതകളുണ്ട്. ആ മാന്യതകളൊന്നും ഈ GR പ്രമോദിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല. നിരന്തരം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന തരത്തിൽ ഉള്ള സമീപനങ്ങളൊക്കെ ഉണ്ടായി. ഇതെല്ലാം അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ഈ മെയിലിൽ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഈ 3 പേർക്കും, അതായത് പ്രധാനമന്ത്രിക്കും ഗവർണർക്കും VSSC ഡയറക്ടർക്കും ഇമെയിൽ വഴി പരാതി നൽകിയിരിക്കുന്നത്. ഇത് ഈ ചട്ടങ്ങളുടെ എല്ലാം ലംഘനമാണ്. അതുകൊണ്ട് തന്നെ കർശനമായും നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് പരാതിയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് രാജേന്ദ്ര പ്രസാദ് എന്നാൾ ഈ പരാതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ GR പ്രമോദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതായത് ഭാരതാംബയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഉള്ള പരാമർശം പോസ്റ്റായി വന്നതിന് പിന്നാലെയാണ് മുൻകാല പോസ്റ്റുകളും ചർച്ചയായത്. ഭാരതാംബയെ നിശിതമായി വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഉള്ള അധിക്ഷേപമാണ് ഭാരതാംബയ്ക്കെതിരെ ഈ പ്രമോദ് നടത്തിയത്. അതിന് തന്നെ ആ പോസ്റ്റിന് താഴെ തന്നെ അദ്ദേഹത്തെ തന്നെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരെത്തി, താങ്കൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ, താങ്കൾക്ക് ഇത് ചെയ്യാൻ പാടുണ്ടോ, ചട്ടവിരുദ്ധമായ സമീപനമല്ലേ താങ്കൾ ഈ പോസ്റ്റിലൂടെ ചെയ്യുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ആ പോസ്റ്റ് വിവാദമായതിന് പിന്നാലെയും അതിൽ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ ഈ എഴുതിയതിൽ ക്ഷമ പറയുവാനോ ഈ പ്രമോദ് തയ്യാറായിരുന്നില്ല. ഇതിനിടയിലാണ് നമ്മൾ മുൻകാല പോസ്റ്റുകളും പ്രമോദിൻ്റെ മുൻകാല പോസ്റ്റുകളും പിന്നീട് വാർത്തയാക്കിയത്. ആ മുൻകാല പോസ്റ്റുകളിൽ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും അടക്കം നിശിതമായി വിമർശിക്കുന്ന നിരവധി പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കടുത്ത ഇടത് സംഘടനാ നേതാവാണെന്നും ഇടത് പക്ഷ അനുഭാവിയാണെന്നും എല്ലാം മനസ്സിലാക്കും. അത്തരത്തിലുള്ള പോസ്റ്റുകളും അതോടൊപ്പം തന്നെ ഈ കർഷക സമരങ്ങളടക്കം ഉണ്ടായിരുന്ന സമയത്ത് എഴുതിയ പോസ്റ്റുകൾ, അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള നടന്ന സംഭവങ്ങളിലെല്ലാം നിരന്തരം ഇദ്ദേഹം പോസ്റ്റുകൾ എഴുതുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് VSSCയിലെ ഉദ്യോഗസ്ഥന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. അവിടെ സ്മാർട്ട് ഫോണൊന്നും ഉപയോഗിക്കാൻ അനുമതിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ സെക്ഷനിലുള്ള ഉദ്യോഗസ്ഥന് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അനുമതിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കീപാഡ് ഫോൺ മാത്രം അവിടുത്തെ വ്യവഹാരങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാം എന്നും അറിയുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഇടുന്ന പോസ്റ്റുകൾക്കെല്ലാം മുഖ്യമന്ത്രി ഏതൊരു പോസ്റ്റ് ഇടുന്നോ അല്ലെങ്കിൽ CPM നേതാക്കൾ ഏതൊരു പോസ്റ്റ് ഇടുന്നോ ആ പോസ്റ്റ് അവരുടെ പേജിൽ വന്നു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം അതിൽ ഒരു പരാമർശം എഴുതുകയും അല്ലെങ്കിൽ ആ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ഈ പ്രമോദ് ചെയ്യുന്നു എന്നും പരാതി പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് മാത്രമായിട്ടൊരു പ്രത്യേക ചട്ടത്തിൽ അവിടെ ഫോൺ ഉപയോഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ഈ പോസ്റ്റുകൾ എഴുതുകയും അതോടൊപ്പം തന്നെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു എന്നൊരു ആരോപണവും വരുന്നുണ്ട്. എന്തായാലും ഈ നടപടികളെല്ലാം സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടി വേണം ഈ ഉദ്യോഗസ്ഥനെതിരെ. സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കണം. ഇതൊരു മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃകയാകത്തക്കവണ്ണമുള്ളൊരു നടപടിയിലേക്ക് കടക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷനെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരിക്കലും ഇത്തരം സമീപനങ്ങൾ വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ആ സർക്കാർ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട മാന്യത ഇവിടെ GR പ്രമോദിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അതിവൈരാഗ്യത്തിൻ്റെ പുറത്ത്, രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പുറത്താണ് ഈ വിമർശനങ്ങളെല്ലാം നടത്തുന്നതെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം പരാമർശങ്ങൾക്ക് നടപടിയെടുത്തില്ലെങ്കിൽ പിന്നീട് അത് കൂടുതൽ പരാമർശങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടി GR പ്രമോദിൻ്റെ കാര്യത്തിൽ വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഇപ്പോൾ നമ്മുടെ ജനം TV-യാണ് ഈ ഭാരതമാതാവിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വാർത്തയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മുൻകാല പോസ്റ്റുകളുമെല്ലാം വാർത്തയാക്കിയത്. ഈ വാർത്തകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പ്രധാനമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിരിക്കുന്നത്. ഈ ജനം TV-യുടെ വാർത്തകൾ കൂടി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളും അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക്
സ്ക്രീൻഷോട്ടുകളെല്ലാം എടുത്തുകൊണ്ടാണ് വാർത്ത നൽകിയത്. ഇതിൻ്റെ കൂടിയൊക്കെ അടിസ്ഥാനത്തിലാണ്, മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്, CCS റൂൾ, ആ റൂളിനെ അദ്ദേഹം വയലേറ്റ് ചെയ്തിരിക്കുന്നു. കാരണം ആ റൂളിനെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നതെന്നും പറയുന്നു. ഇദ്ദേഹം ഇടത് സംഘടനയുടെ നേതാവെന്ന നിലയിൽ, അല്ലെങ്കിൽ ഇടത് സംഘടനാ നേതാവ് മാത്രമല്ല, വലിയ ഈ നേതാക്കളുമായിട്ടെല്ലാം, അതായത് സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളുമായിട്ടെല്ലാം വലിയ ബന്ധമുള്ള ആളാണെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഉന്നത ബന്ധമുള്ള ആൾ, ആ സ്വാധീനത്തിൻ്റെ പുറത്താണ് ഈ VSSയിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരെയും ഈ നിരന്തരം വിമർശിക്കുന്നൊരു സാഹചര്യവും നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എഴുതുകയും ചെയ്യുന്നത്. ഈ റൂളിൽ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉപയോഗിക്കുന്നത്, അതായത് ഈ പൊതു പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കുന്നതിനടക്കം കർശനമായ നിയന്ത്രണമുണ്ട്. എന്തൊക്കെ പറയണം, എന്തൊക്കെ എഴുതണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം പ്രതികരിക്കുന്നതിനും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനും അടക്കം കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ നിയന്ത്രണങ്ങളൊന്നും തനിക്ക് ബാധകമല്ല എന്ന നിലയിലാണ് പ്രമോദിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിരന്തരമായിട്ടുള്ള ഗുരുതര വീഴ്ചകൾ. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ കർശനമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പരാതി നൽകിയിരിക്കുന്നത്. വീണ. ശരി ജിജീഷ്. ക്ഷമിക്കണം, പ്രശാന്ത് ശങ്കരമംഗലത്താണ് റിപ്പോർട്ട് നൽകിക്കൊണ്ടിരുന്നത്. പ്രശാന്ത്, ഓക്കെ, ഈ വിവരങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ വാർത്ത നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയും കണ്ടിരുന്ന ദൃശ്യങ്ങളാണ് ശുഭാൻശു ശുക്ലയുടെ ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയൊക്കെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഈ ബഹിരാകാശ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ശുഭാൻശു ശുക്ല. ബഹിരാകാശ നിലയത്തിലെ കൗതുകങ്ങളും ശുഭാൻഷുവിൻ്റെ ഗവേഷണ പദ്ധതികളുമൊക്കെ അദ്ദേഹം പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. ഭാരതത്തിൻ്റെ ആത്മീയതയും ധ്യാനവും യാത്രയിൽ പ്രചോദനമായതായും പ്രധാനമന്ത്രിയോട് ശുഭാൻഷു അറിയിച്ചു. ക്യാരറ്റ് ഹലുവ കൊണ്ടുപോയത് സഹയാത്രികർക്ക് കൊടുത്തുവോ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചോദ്യത്തിന് ഏവരും ആസ്വദിച്ചു കഴിച്ചു എന്ന മറുപടിയാണ് ശുഭാൻഷു നൽകിയത്. शुभ आप दूर अंतरिक्ष में है जहां ग्रेविटी ना के बराबर है, पर हर भारतीय देख रहा है कि आप कितने डाउन टू अर्थ है. आप जो गाजर का हलवा ले गए हैं, क्या उससे अपने साथियों को खिलाया? जी प्रधानमंत्री जी, ये कुछ चीजें मैं अपने देश की खाने की लेके आया था, जैसे गाजर का हलवा, मूंग दाल का हलवा और आमरस. और मैं चाहता था कि ये बाकी भी जो मेरे साथी हैं, बाकी देशों से जो आए हैं, वो भी इसका स्वाद लें और चखें. जो भारत का जो रिच कलिनरी हमारा जो हेरिटेज है, उसका एक्सपीरियंस लें. तो हम सभी ने बैठ के इसका स्वाद लिया साथ में, और सबको बहुत पसंद आया. ബഹിരാകാശത്തെ ഗവേഷണ പദ്ധതികളെക്കുറിച്ചും ശുഭാൻഷു പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. ആത്മീയതയും ധ്യാനവും പ്രചോദനമായി എന്നും പ്രധാനമന്ത്രിയോട് അദ്ദേഹം പറഞ്ഞു. ताकत साइंस और स्पिरिचुअलिटी दोनों है. आप अंतरिक्ष यात्रा पर हैं, लेकिन भारत की यात्रा भी चल रही होगी. भीतर में भारत दौड़ता होगा. क्या उस माहौल में मेडिटेशन और माइंडफुलनेस का लाभ भी मिलता है क्या? जी प्रधानमंत्री जी, मैं बिल्कुल सहमत हूँ. मैं कहीं ना कहीं ये मानता हूँ कि भारत ऑलरेडी दौड़ रहा है, और ये मिशन तो केवल एक पहली सीढ़ी है उस एक बड़ी दौड़ का. और हम जरूर आगे पहुंच रहे हैं, और अंतरिक्ष में हमारे खुद के स्टेशन भी होंगे और बहुत सारे लोग पहुंचेंगे. और माइंडफुलनेस का भी बहुत फर्क पड़ता है. बहुत सारी सिचुएशंस ऐसी होती हैं नॉर्मल ट्रेनिंग के दौरान भी या फिर लॉन्च के दौरान भी, जो बहुत स्ट्रेसफुल होती हैं. രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും ആശംസ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശുഭാൻഷുവിനെ അറിയിച്ചു. भारत भूमि से सबसे दूर है, लेकिन भारतवासियों के दिलों के सबसे करीब है. आपके नाम में भी शुभ है, और आपकी यात्रा नए युग का शुभ आरंभ भी है. പ്രയത്നശാലികളായിരിക്കാൻ യുവാക്കളോട് ശുഭാൻഷു ബഹിരാകാശത്തു നിന്ന് ആഹ്വാനം ചെയ്തു. बिल्कुल, ये पूरा मिशन की ट्रेनिंग लेने के दौरान और एक्सपीरियंस करने के दौरान जो मुझे लेसन्स मिले हैं, जो मुझे सीख मिली है, वो सब एक स्पॉन्ज की तरह मैं एब्जॉर्ब कर रहा हूँ. और मुझे यकीन है कि ये सारी चीज़ें बहुत वैल्यूएबल प्रूव होंगी, बहुत इम्पोर्टेंट होंगी हमारे लिए जब मैं वापस आऊँगा. और हम इन्हें इफेक्टिवली
अपने मिशंस में इनके लेसन्स अप्लाई कर सकेंगे और जल्दी से जल्दी उन्हें पूरा कर सकेंगे। ഭാരതത്തിന്റെ ഗഗൻയാൻ ദൗത്യം, സ്വന്തം ബഹിരാകാശ നിലയം തുടങ്ങിയ ഗവേഷണങ്ങളിൽ തന്റെ അനുഭവസമ്പത്ത് പൂർണ്ണമായി ഭാരതത്തിന് സമർപ്പിക്കുമെന്നും പ്രധാനമന്ത്രിയുമായുള്ള സംഭാഷണത്തിൽ അദ്ദേഹം ഉറപ്പു നൽകി. ന്യൂസ് ഡെസ്ക്, ജനം. മലയാളത്തിന്റെ മഹാകവി കുമാരനാശാന് ജന്മനാടായ തലസ്ഥാനത്ത് പ്രവാസ ലോകത്തു നിന്നും ഒരു സ്മരണാഞ്ജലി എത്തുന്നു. മസ്കറ്റിലെ കവിതക്കൂട്ടം എന്ന മലയാളി കൂട്ടായ്മയാണ് ശ്രീഭൂവിൽ അസ്ഥിര എന്ന കലാസൃഷ്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കലാചരിത്രത്തിൽ ആദ്യമായി 5 ശാസ്ത്രീയ കലാരൂപങ്ങൾ ഒരേ വേദിയിൽ സമന്വയിക്കുന്നതാണ് ശ്രീഭൂവിൽ അസ്ഥിര. മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദിയുടെ ഭാഗമായി മസ്കറ്റിൽ അവതരിപ്പിച്ച് കാഴ്ചക്കാരുടെ പ്രശംസ ഏറ്റുവാങ്ങിയ ശ്രീഭൂവിൽ അസ്ഥിര തലസ്ഥാനത്തും കാഴ്ചക്കാർക്ക് വിരുന്നാകും. കലാപ്രേമികൾക്ക് മറക്കാനാകാത്ത അനുഭവമാകും ഈ ദൃശ്യാവിഷ്കാരം. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ 22, 2024 കുമാരനാശാന്റെ ചരമശതാബ്ദി ആചരണത്തോട് അനുബന്ധിച്ച് മസ്കറ്റിൽ ചെയ്ത ഒരു പ്രോഗ്രാമാണ് ശ്രീഭൂവിൽ അസ്ഥിര. അത് ജൂൺ 29, അതായത് ഇന്ന് ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് സൂര്യ കൃഷ്ണമൂർത്തി സാറിന്റെ ഗണേശം ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിക്കുകയാണ്. മാതൃഭാഷയെയും കവിതകളെയും ഏറെ സ്നേഹിക്കുന്ന പ്രവാസി മലയാളികളുടെ കൂട്ടായ്മയാണ് കവിതക്കൂട്ടം മസ്കറ്റ്. കാവ്യായനം, കവനക്കൊയ്ത്ത് തുടങ്ങിയ മലയാളത്തനിമയുള്ള പരിപാടികൾക്ക് ശേഷം സാമൂഹ്യ പ്രതിബദ്ധതയോടെ അവതരിപ്പിക്കുന്ന കലാവിരുന്നാണ് ശ്രീഭൂവിൽ അസ്ഥിര. ഇതിൽ കഥകളി അവതരിപ്പിക്കുന്നത് ശ്രീ കലാമണ്ഡലം ശബരിനാഥ്, അതുപോലെ മോഹിനിയാട്ടത്തിൽ ശ്രീമതി സ്നേഹ നമ്പ്യാർ, ഭരതനാട്യത്തിൽ ശ്രീമതി ആരതി ഹരി, ഓട്ടംതുള്ളലിൽ ശ്രീമതി രഞ്ജു എച്ച് പിള്ള, കൂടാതെ പ്രശാന്ത് ഭാസ്കർ, ആശാരാജ്, വൈഗാഹരി തുടങ്ങിയ ആർട്ടിസ്റ്റുകൾ ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. കേരള നടനത്തിൽ അതോടൊപ്പം തന്നെ ശാരിക എത്തുന്നുണ്ട്. കവിതക്കൂട്ടം മസ്കറ്റ് അംഗവും ഭാഷയിൽ വൃത്തശാസ്ത്രീയതയോടെ ശ്ലോകങ്ങൾ എഴുതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ദേശീയ അവാർഡ് ജേതാവുമായ വിനോദ് പെരുവയുടേതാണ് ആശയവും രചനയും. ആശാന്റെ പ്രധാന കൃതികൾ എല്ലാം ടച്ച് ചെയ്തുകൊണ്ട് മെയിനായിട്ട് 3 കൃതിയിലെ കഥാപാത്രങ്ങളെ നമ്മൾ 5 ശാസ്ത്രീയ നൃത്ത രൂപങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. അങ്ങനെ ആശാനെയും ആശാന്റെ കൃതികളെയും ആശാന്റെ കഥാപാത്രങ്ങളെയും പച്ചയായ മലയാള ഭാഷയിൽ 5 ശാസ്ത്രീയ നൃത്ത രൂപങ്ങളെയും ഇപ്പോഴത്തെ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും അതുപോലെ പുതിയ തലമുറയ്ക്കും പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ദൗത്യമാണ് കവിതക്കൂട്ടം ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അനുഗ്രഹിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാനാണ് ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. വിനോദ് പെരുവ. തൈക്കാട് സൂര്യ ഗണേശം നാടകക്കളരിയിൽ ഇന്ന് വൈകിട്ട് 6:30 കലാസൃഷ്ടി അരങ്ങിലെത്തും. കുമാരനാശാന്റെ കൃതികളെ വ്യത്യസ്തമായ കലകളിലൂടെ ലളിതമായ ഭാഷയിൽ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ആശാനെയും ആശാന്റെ കവിതാ സങ്കല്പങ്ങളെയും കഥാപാത്രങ്ങളെയും ശാസ്ത്രീയ കലകളെയും ലളിതവൽക്കരിച്ച് പ്രേക്ഷകരിലെത്തിക്കുകയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്ന ദൗത്യം കൂടി കവിതക്കൂട്ടം ഇതിലൂടെ ഏറ്റെടുക്കുകയാണ്. മസ്കറ്റ് പ്രവാസിയും കവിതക്കൂട്ടം അംഗവുമായ ആർ ഗോകുൽദാസിന്റെ സംവിധാനത്തിലാണ് ദൃശ്യവിസ്മയം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ജനം, തിരുവനന്തപുരം. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം, 9 പേരെ കാണാതായി. ഉത്തരകാശിയിലെ സിലായ് ബന്ധിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. നിർമ്മാണ തൊഴിലാളികളെയാണ് കാണാതായത്. ശ്രീകാന്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ മേഘവിസ്ഫോടനം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതേത് ഭാഗത്താണ്? മറ്റു വിവരങ്ങൾ എന്താണ്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഉത്തരാഖണ്ഡിൽ കാലാവസ്ഥ കുറച്ച് മോശപ്പെട്ട അവസ്ഥയിലാണ്. അതിനാൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അവിടെ മേഘവിസ്ഫോടനവും അതോടൊപ്പം തന്നെ
വലിയ പ്രളയ സമാനമായ സാഹചര്യവുമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഇന്നിപ്പോൾ വീണ്ടും മേഘവിസ്ഫോടനം ഉണ്ടായി. 9 പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഉത്തരകാശിയിലെ സിലായ് ബന്ദിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. 8 മുതൽ 8 9 നിർമ്മാണ തൊഴിലാളികളെ കാണാതായി എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. ഒരു ഹോട്ടൽ നിർമ്മാണത്തിലിരുന്ന അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന ജോലിക്കാരെയാണ് കാണാതായത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ നിലവിൽ ഇതുവരെ ആരെയും കണ്ടുകിട്ടിയിട്ടില്ല. ഓക്കെ, ശരി ശ്രീകാന്ത്. അതേസമയം സംസ്ഥാനത്തെ കാലാവസ്ഥാ വിവരങ്ങളിലേക്ക് വന്നാൽ വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. മണിക്കൂറിൽ പരമാവധി 40-50 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേ ദിവസം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ നമ്മുടെ ഡാമുകളിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർത്തിയിട്ടുണ്ട്. മിക്ക ഡാമുകളും ഒക്കെ തുറന്നു വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ മുന്നറിയിപ്പുകൾ നേരത്തെ ഉണ്ടായിരുന്നതാണ്. മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് ഡാമുകൾ തുറക്കുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ അല്പശ്രദ്ധ കൂടുതലാണ്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136 അടി പിന്നിട്ടിരിക്കുന്ന സാഹചര്യമാണ്. 136.10 അതാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. രാവിലെ 10 മണിയോടെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ തീരപ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുമുണ്ട്. സുബിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുബിൻ, 10 മണിയോടുകൂടി സ്പിൽവേ ഷട്ടറുകൾ തുറക്കുമെന്ന വിവരമാണ്. ചെറിയ തോതിൽ ഒഴുക്കിവിടാനാണോ സാധ്യത എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് ഈ പറയുന്നത് ഈ വലിയ ഒരു ജാഗ്രത ഉണ്ടായിരുന്നാൽ മതി, വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും നിലവിലില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അതൊരു സാധാരണ പ്രക്രിയ മാത്രമാണെന്ന തരത്തിൽ. അപ്പോൾ ഈ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തുമ്പോൾ എത്ര ജലമാണ് പുറത്തേക്ക് പോവുക എന്നുള്ളതിനനുസരിച്ചിരിക്കും മറ്റ് ഈ വെള്ളം ഒഴുകിപ്പോകുന്ന പ്രദേശങ്ങളിലൊക്കെ പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നത് എത്രത്തോളം ഉണ്ടാകും എന്ന കാര്യം അറിയേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഏത് ഡാമായാലും അത് തുറക്കുമ്പോൾ ഒരു മനോഹരമായ കാഴ്ച കൂടിയാണ്. പലപ്പോഴും അത് കാണാൻ എല്ലാവർക്കും വളരെ കൗതുകവും ഇഷ്ടവുമൊക്കെയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഈ ഇത്തരം കാഴ്ചകൾ കാണാൻ പോകുന്നതുമൊക്കെ ശ്രദ്ധിച്ചു വേണം എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരോടും ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വെള്ളം ഒഴുകിപ്പോകുന്ന ഇടങ്ങളിൽ നമുക്കറിയാം, ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ജലാശയങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതം മലയാളികൾക്ക് എപ്പോഴും ഉള്ളതാണ്, എവിടെയും ഉള്ളതാണ്. നമുക്ക് ചുറ്റും നമ്മുടെ ഈ കേരളത്തിനുള്ളിൽ തന്നെ പലയിടങ്ങളിലായുള്ള വലിയ വലിയ ജലാശയങ്ങൾ, അത് കൂടാതെ തന്നെ വലിയ തീരപ്രദേശങ്ങളുള്ള ഒരു നാടുകൂടിയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലം പ്രത്യേകിച്ച് ശ്രദ്ധ വേണ്ട ഒരു സമയം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഡാമുകളൊക്കെ തുറക്കുമ്പോൾ ഇത്തരത്തിൽ മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നത്. ചില ഡാമുകൾ തുറക്കുമ്പോൾ വലിയ തോതിലുള്ള സൈറൺ ഉണ്ടാകുന്നതൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ മുന്നറിയിപ്പുകളും നൽകിക്കൊണ്ടായിരിക്കും എല്ലാ അണക്കെട്ടുകളും തുറന്നു വിടുക എന്നുള്ള സാഹചര്യം ഒന്നുകൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയുമാണ്. അപ്പോൾ മഴയുടെ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വരും ദിവസങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള സാഹചര്യത്തിൽ എന്താണ് ഇന്ന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അഖിൽ പാലോട്ട് മഠം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ, ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പുതിയ റിപ്പോർട്ടിൽ, അലർട്ടിൽ പറയുന്നു? വീണ, സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകുന്നില്ല. സംസ്ഥാനത്ത് ഉടനീളമായ ഒരു ഒറ്റപ്പെട്ട മഴയ്ക്ക് മാത്രമാണ് സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. അത് ഈ രാവിലത്തെ ഏറ്റവും ആദ്യത്തെ മഴ മുന്നറിയിപ്പ് വരുമ്പോഴാണ് ഇപ്പോൾ സംസ്ഥാനത്ത് 5 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് മാത്രമാണ് നൽകുന്നത്. അത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് നിലവിൽ ഇത്തരത്തിലൊരു യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. ബാക്കി എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ടാണ്. അതായത് മഴ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന
എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ബാക്കി 30-ാം തീയതിയും 1-ാം തീയതിയും 2-ാം തീയതിയും എല്ലാം തന്നെ സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. ഇത് അടുത്ത മണിക്കൂറുകളിൽ ചിലപ്പോൾ മാറാനും സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് മാത്രമാണ് സാധ്യത എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. അതിനോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പും ഒക്കെ തന്നെ കർശനമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. വലിയ ശക്തമായ കാറ്റ് വീശുന്ന ഒരു സാഹചര്യമുണ്ട്. മധ്യ കേരളത്തിലടക്കമുള്ള ചില പ്രദേശങ്ങളിൽ, കോട്ടയത്തും അതുപോലെ തന്നെ പത്തനംതിട്ട പോലുള്ള ചില ജില്ലകളിലൊക്കെ തന്നെ ശക്തമായ കാറ്റിനെ തുടർന്ന് വലിയ മരങ്ങളടക്കം കടപുഴകി വീണ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാം ഇന്ന് 10 മണിയോടുകൂടി തുറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശമാണ് റവന്യൂ വകുപ്പ് നിലവിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്നവർ, ശക്തമായ കാറ്റിന് സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ മുന്നറിയിപ്പുകൾ അനുസരിച്ചു മാത്രമേ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളൂ എന്നതാണ് സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും സംസ്ഥാനത്ത് മഴ വ്യാപിക്കുന്നില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അടുത്ത മണിക്കൂറുകളിൽ ഇനിയും മഴ മുന്നറിയിപ്പിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. വീണ. ഓക്കെ, ശരി അഖിൽ. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചത് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് സംബന്ധിച്ചാണ്. ഡാമിലെ ജലനിരപ്പ് 136 അടി പിന്നിട്ടൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ 10 മണിയോടെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വിവരങ്ങൾ കൂടി ചോദിക്കാം. സുബിൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുബിൻ, 10 മണിയോടുകൂടി സ്പിൽവേ ഷട്ടറുകൾ തുറക്കും എന്നുള്ളതാണ്. അപ്പോൾ എത്ര വെള്ളമാണ് പുറത്തേക്ക് ഒഴുകാനുള്ള സാധ്യത? എന്തൊക്കെ മുന്നറിയിപ്പുകളുണ്ട്? വീണ, നിലവിൽ ഇപ്പോഴും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. 136.15 അടിയിലേക്ക് നിലവിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇന്നലെ അവസാനം വന്ന അപ്ഡേഷൻ പ്രകാരമാണ് ഇത്. ഇതിനു മുമ്പ് മുമ്പത്തെ കണക്കപേക്ഷിച്ച് 0.5% അല്ലെങ്കിൽ 0.5 വെള്ളം നിലവിൽ ഡാമിലേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിപ്പോർട്ട് പ്രകാരമാണ് ലഭിച്ചിട്ടുള്ളത്. കൂടാതെ 3720 ഘനയടി വെള്ളമാണ് നിലവിൽ ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്. അതുപോലെ തന്നെ 2116 ഘനയടി വെള്ളം നിലവിൽ തമിഴ്നാട് കൊണ്ടുപോകുന്നുമുണ്ട്. നിലവിൽ ഈ 136 അടിയിലേക്ക് ഈ ജലനിരപ്പ് എത്തിയ സാഹചര്യത്തിലാണ് നിലവിൽ ഡാം തുറക്കാൻ തമിഴ്നാട് തീരുമാനിച്ചിട്ടുള്ളത്. 10 മണിയോടുകൂടി ഡാം തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നുള്ളതാണ് നിലവിൽ തമിഴ്നാട് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളിലേക്ക് അവർ കടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ സ്പിൽവേ ഷട്ടറുകൾ തുറന്നാൽ ആദ്യം വെള്ളം എത്തുന്ന വള്ളക്കടവിലാണ് ഞാനിപ്പോഴുള്ളത്. പെരിയാറിന്റെ തീരപ്രദേശമാണ്. പെരിയാറിൽ വലിയ ഒഴുക്കില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. വലിയ രീതിയിൽ ജലം ഒഴുകിയെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മുല്ലപ്പെരിയാർ ഡാം തുറന്നാലും ഈ വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ അത് മറ്റ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയില്ല എന്നുള്ള തരത്തിലാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. ഏതെങ്കിലും തരത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളം മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായാൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ വേണം നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം കഴിഞ്ഞ 2 ദിവസമായി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 20ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകളോട് മാറി താമസിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ ആളുകൾ മാറി താമസിക്കുന്ന തരത്തിലേക്ക് നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. ഈ വെള്ളം ഒരു തരത്തിലും ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലേക്കൊന്നും കയറുകയില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോഴുമുള്ളത്. എന്തായാലും 10 മണിയോടുകൂടി ഈ ഒരു ഡാം തുറന്ന സ്പിൽവേ ഷട്ടറുകൾ 13 സ്പിൽവേ ഷട്ടറുകളാണ്. ഈ ഒഴുകി വരുന്ന വെള്ളത്തിനനുസരിച്ച് സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നാണ് നിലവിൽ തമിഴ്നാട് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ശരി സുബി. അപ്പോൾ പുത്തമ്പുലരി 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. നമുക്ക് പ്രധാന വാർത്തകളൊന്നുകൂടി നോക്കാം. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം, 9 പേരെ കാണാതായത് നിർമ്മാണ തൊഴിലാളികളെ. കൊച്ചി എടശ്ശേരി ബാറിൽ DJ പാർട്ടിക്കിടെ സംഘർഷം, യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ച യുവതി. കേസെടുക്കാതെ പോലീസ്. സംഘർഷം സിനിമാ താരങ്ങൾ കൂടി പങ്കെടുത്ത പാർട്ടിയിൽ.
കേരള സർവകലാശാല രജിസ്ട്രാറോട് കൂടുതൽ വിശദീകരണം തേടി VC. മതചിഹ്നങ്ങൾ ഏതായിരുന്നു എന്ന് വിശദീകരിക്കണം. വിശദമായ റിപ്പോർട്ട് ഇന്ന് ഗവർണർക്ക് കൈമാറും. ഭാരതാംബയെ അധിക്ഷേപിച്ച VSSC ഉദ്യോഗസ്ഥനെതിരെ പരാതി. വകുപ്പുതല നടപടി വേണമെന്ന ആവശ്യം. പ്രമോദിന്റേത് CCS ചട്ടങ്ങളുടെ ലംഘനമെന്നും പരാതി. ജനം ബ്രേക്കിംഗ്. ഹമാസ് ഭീകരനെ വധിച്ച ഇസ്രയേൽ. ഹക്കിം അലിസയെ വധിച്ചത് വ്യോമാക്രമണത്തിൽ. കൊല്ലപ്പെട്ടത് ഹമാസ് മുൻ സൈനിക മേധാവി. മലപ്പുറം കാടാമ്പുഴയിൽ മരിച്ച 1 വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. സ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. മതിയായ ചികിത്സ നൽകിയില്ല എന്ന ആക്ഷേപം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കും. ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പിൽ ചെൽസി ക്വാർട്ടറിൽ. ബെൻഫിക്കയെ തോൽപ്പിച്ച് 1-4 ഗോളിന്. ഇന്റർ മയാമി PSG സൂപ്പർ പോരാട്ടം ഇന്ന്. കൊലപ്പെടുത്തിയ ശേഷം തമിഴ്നാട് ചേരമ്പാടിയിൽ കുഴിച്ചിട്ട സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട് എത്തിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കും. ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലും ഹേമചന്ദ്രന്റേത് കൊലപാതകമെന്നാണ് സ്ഥിരീകരിച്ചത്. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി. ഗൂഗിൾ, കൊലപാതകം സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ സൂചനകൾ പുറത്തു വരുമ്പോൾ തന്നെ ഇന്നിപ്പോൾ കോഴിക്കോട്ടേക്ക് എത്തിച്ച് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയുമാണിപ്പോൾ. വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, ഇനി DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ളവ നടത്തേണ്ടിയിരിക്കുന്നു. ഇത് ഹേമചന്ദ്രൻ്റെതാണ് എന്ന കാര്യത്തിൽ പോലീസിനോ മറ്റാളുകൾക്കോ സംശയമൊന്നുമില്ല. കാരണം കഴിഞ്ഞ വർഷം 2024 മാർച്ച് 23 ഹേമചന്ദ്രനെ കാണാതായത്. ഏപ്രിൽ 1 പരാതി നൽകുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് കൊലപാതകം നടന്നത് എന്ന നിഗമനത്തിലാണ് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലൊക്കെ തുടരുകയാണ്. ആ ഘട്ടത്തിൽ തന്നെ ഈ ചേരമ്പലത്തുള്ള വനമേഖലയിൽ കുഴിച്ചിട്ടെങ്കിലും ആ പ്രദേശത്തെ ഒരു കാലാവസ്ഥ മൂലവും വനമേഖലയിലുള്ള തണുപ്പൊക്കെ കാരണം മൃതദേഹം അഴുകിയിരുന്നില്ല. ഹേമചന്ദ്രനെ കണ്ടാൽ തിരിച്ചറിയുന്ന രൂപത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയായി. കൊലപാതകം എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരം ഒരു സ്ഥിരീകരണം പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ പോലീസിന് സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സാങ്കേതികമായ ചില കാര്യങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിന് DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ളവ നടത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പുരോഗമിക്കുക. അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ സ്ഥിരീകരിച്ചതിന് ശേഷമായിരിക്കും ഔദ്യോഗികമായിട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഒരു സിനിമ തരത്തിലുള്ള കൊലപാതകമാണ് നടന്നത്. പിന്നീട് തെളിവ് നശിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ 1.5 വർഷത്തിനിടയിൽ നടന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിനാൽ തന്നെ ഇതിന്റെ പിന്നാലെയായിരുന്നു കഴിഞ്ഞൊരു മാസക്കാലമായിട്ട് മെഡിക്കൽ കോളേജ് പോലീസ് ഉണ്ടായിരുന്നത്. പലതരത്തിലുള്ള ശ്രമങ്ങളും ഈ പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. 2 പേരെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. 3 പേരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരങ്ങൾ. ജ്യോതിഷ്, ജിജീഷ് എന്ന് പറയുന്ന 2 പേർ വയനാട് സ്വദേശികളാണ്. സുൽത്താൻ ബത്തേരി കൽപ്പറ്റ സ്വദേശികളാണ്. ഇവർ 2 പേരും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പ്രധാന പ്രതിക്ക് വേണ്ടിയിട്ട് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അയാൾ വിദേശത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹേമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ചെറിയ ചിട്ടി തട്ടിപ്പ്, റെന്റ് കാർ തുടങ്ങിയ പണികളുമായി നടക്കുന്ന ആളാണ്. ഹേമചന്ദ്രന്റെ നിരവധി ആളുകൾ പണം കൊടുക്കാനുണ്ട്. ഹേമചന്ദ്രനും ഒരുപാട് ആളുകൾക്ക് പണം കൊടുക്കാനുണ്ട്. അങ്ങനെ ഹേമചന്ദ്രൻ പണം കൊടുക്കാനുള്ള ആളുകളാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 2024 മാർച്ച് 23 ഹേമചന്ദ്രൻ പണം കൊടുക്കാനുള്ള ആളുകൾ ഫോണിൽ വിളിച്ച് വരുത്തുന്നത്. പിന്നീടാണ് ഹേമചന്ദ്രനെ കാണാനാവുന്നത്.
ഹേമചന്ദ്രനെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ തട്ടിക്കൊണ്ടുപോയ ഒരാളുടെ വീട്ടിൽ വെച്ച് നിരന്തരം മർദ്ദിച്ചു. ഈ മർദ്ദനത്തിനൊടുവിലാണ് ഹേമചന്ദ്രൻ മരിച്ചത് എന്ന വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് കൊലപാതകം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല മർദ്ദനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു ദിവസം രാത്രി മർദ്ദിക്കുന്നു, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഹേമചന്ദ്രനെ കാണുമ്പോൾ ആൾ മരണപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു. പിന്നീടാണ് വയനാട് വനമേഖലയുടെ തമിഴ്നാടോട് ചേർന്ന സ്ഥലത്തുള്ള ചേരമ്പലം എന്ന് പറയുന്ന വനമേഖലയിൽ ഒരു 4 അടിയോളം താഴ്ചയിൽ ഇയാളെ കുഴിച്ചിടുന്നത്. പിന്നീട് ഈ കൊലപാതകളുടെ ശ്രമം ഇത്തരത്തിലുള്ള തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു. വീട്ടിൽ നിന്ന് വിളിച്ച സമയത്ത് ഒരു തവണ ഈ കൊലപാതകളായിട്ടുള്ള ആളുകൾ ഫോൺ എടുത്ത് ഹേമചന്ദ്രൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നു. പിന്നീട് വിളിച്ച സമയത്തൊക്കെ ഇവിടെ നിന്ന് പോയി എന്ന് പറയുന്നു. ഇങ്ങനെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഈ കുറ്റവാളികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കോളേജ് പോലീസിന് 1 മാസം മുമ്പ് ഒരു കളവ് കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്ത സമയത്താണ് ഈ കൊലപാതകത്തിലേക്കുമുള്ള ഒരു ലിങ്ക് ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. 1.5 മാസത്തിനു ശേഷമാണ് ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള ഒരു ആസൂത്രിതമായ തെളിവ് നശിപ്പിക്കാൻ ശ്രമത്തെ അല്ലെങ്കിൽ കൊലപാതകം മറച്ചുവെക്കാനുള്ള ഒളിച്ചുവെക്കാനുള്ള ശ്രമത്തെ പോലീസ് കണ്ടെത്തുകയും അത് പുറം ലോകത്തെത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഹേമചന്ദ്രന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം തന്നെയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ചേരമ്പലം വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഇനി DNA പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തേണ്ടിയിരിക്കുന്നു. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. ബന്ധുക്കളുടെ പ്രതികരണമൊന്നും നിലവിൽ വന്നിട്ടില്ല. നമ്മൾ അവരുടെ പ്രതികരണങ്ങൾ തേടുന്നുണ്ട്. മറ്റേതെങ്കിലും രീതിയിൽ ഈ കൊലപാതകങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങൾ ബന്ധപ്പെട്ടത്, എങ്ങനെയായിരുന്നു തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ബന്ധുക്കളെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ബന്ധുക്കളുടെ വിവരം തേടാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഔദ്യോഗികമായ ഒരു ബ്രീഫിംഗ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വീണ. ഓക്കെ, ശരി ഗോകുൽ. തിരുവനന്തപുരത്തെ കന്നിയമ്മാൾ കൊലപാതക കേസ്. ഈ കേസിൽ ഭർത്താവ് മാരിയപ്പനെ ജീവപര്യന്തം ശിക്ഷിച്ച നടപടി ഹൈക്കോടതി റദ്ദാക്കി. മാരിയപ്പനെ മാനസികാരോഗ്യ നില സംബന്ധിച്ച് മജിസ്ട്രേറ്റ് അന്വേഷണം നടത്തണം. മാനസിക നില തൃപ്തികരമെങ്കിൽ സെഷൻസ് കോടതിയിലേക്ക് കേസ് വിട്ട് പുനർവിചാരണ നടത്താനുമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. തിരുവനന്തപുരത്തെ കന്നിയമ്മാൾ കൊലപാതക കേസിൽ ഭർത്താവ് മാരിയപ്പനെ ജീവപര്യന്തം ശിക്ഷിച്ച നടപടി ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് റദ്ദാക്കിയത്. വിചാരണ നീതിപൂർവമല്ലെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി മാരിയപ്പന്റെ മാനസികാരോഗ്യ നില സംബന്ധിച്ച് മജിസ്ട്രേറ്റ് അന്വേഷണം നടത്തണമെന്നും നിർദ്ദേശിച്ചു. മാനസിക നില തൃപ്തികരമെങ്കിൽ സെഷൻസ് കോടതിയിലേക്ക് കേസ് വിട്ട് പുനർവിചാരണ നടത്താനുമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മാനസികാസ്വാസ്ഥ്യം ഉള്ളവർക്ക് നൽകുന്ന ഇളവിന്റെ അടിസ്ഥാനത്തിൽ മാരിയപ്പനെ വിട്ടയക്കുന്ന കാര്യത്തിലും മജിസ്ട്രേറ്റിന് തീരുമാനമെടുക്കാം. 2018 പ്രതിയെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അയച്ചുകൊണ്ട് കേസിന്റെ വിചാരണ കീഴ്ക്കോടതി മാറ്റിവെച്ചിരുന്നു. പിന്നീട് 2019 മാനസികാരോഗ്യ വിദഗ്ധന്റെ ആശുപത്രി വിടുതൽ റിപ്പോർട്ടിന്റെയും വിവരങ്ങളുടെയും മാത്രം അടിസ്ഥാനത്തിൽ വിചാരണ പുനരാരംഭിച്ചു. ഈ നടപടിയിൽ വിചാരണ കോടതിക്ക് തെറ്റുപറ്റിയെന്നും മാനസികാസ്വാസ്ഥ്യമുള്ള പ്രതിക്ക് ലഭിക്കേണ്ട ക്രിമിനൽ നടപടി ചട്ടത്തിലെ ഇളവുകൾ നിഷേധിക്കപ്പെട്ടുവെന്നും ഹൈക്കോടതി കണ്ടെത്തി. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടല്ല വിചാരണ നടന്നതെന്നായിരുന്നു അഡ്വക്കേറ്റ് ഗോഡ്വിൻ ജോസഫ് മുഖേന പ്രതി നൽകിയ അപ്പീലിലെ വാദം. 2018 സെപ്റ്റംബർ 23 സംശയത്തിന്റെ പേരിൽ തൂത്തുക്കുടി സ്വദേശിനിയായ കന്നിയമ്മാളിനെ ഭർത്താവ് മാരിയപ്പൻ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ജനം, കൊച്ചി. മലപ്പുറം കാടാമ്പുഴയിൽ രക്ഷിതാക്കളുടെ അശാസ്ത്രീയ ചികിത്സയിലൂടെ ജീവൻ നഷ്ടമായ 1 വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. സംഭവത്തിൽ കാടാമ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കാടാമ്പുഴ പാങ്ങിലാണ് കൃത്യമായി ചികിത്സ ലഭിക്കാതെ 1 വയസ്സുകാരൻ വെള്ളിയാഴ്ച മരിച്ചത്. കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ മതിയായ ചികിത്സ നൽകിയില്ല എന്നാണ് ആക്ഷേപം. ശിവദാസ് കന്മനം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശിവദാസ്, എന്തൊക്കെയാണ് വിവരം കൂടുതലായി ലഭിക്കുന്നത്? ശിവദാസിലേക്ക് വരാം. മലപ്പുറം കാടാമ്പുഴയിലാണ് ഈ സംഭവം ഉണ്ടായത്. രക്ഷിതാക്കൾ മതിയായ ചികിത്സ നൽകിയില്ല എന്ന ആരോപണം കൂടി ഉയരുന്ന ഒരു കേസാണിത്. അങ്ങനെയാണ് ഈ 1 വയസ്സുകാരന് ജീവൻ നഷ്ടമായത് എന്ന വിവരം ലഭിക്കുന്നു. എന്തായാലും പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുക. ശിവദാസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ശിവദാസ്, എന്താണ് പോലീസ് പറയുന്നത്? മറ്റു വിവരങ്ങൾ എന്താണ്? എല്ലാവരെയും ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് രാമായണമെന്ന് പത്മശ്രീ ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചർ. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി രാമായണ മാസാചരണത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടീച്ചർ.
കർക്കിടക മാസം രാമായണ മാസാചരണമായി ആചരിക്കുകയാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ. രാമായണ പാരായണം, രാമായണ പ്രശ്നോത്തരി തുടങ്ങി വിവിധ കലാപരിപാടികളോടുകൂടിയാണ് രാമായണ മാസാചരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടിയുടെ സ്വാഗത സംഘ രൂപീകരണം പത്മശ്രീ ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചർ നിർവഹിച്ചു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. സമിതി ജില്ലാ അധ്യക്ഷൻ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആറ്റുകാൽ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ വാസുദേവൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, അനന്തപുരി ഹിന്ദുധർമ്മ പരിഷത്ത് പ്രസിഡന്റ് എം ഗോപാൽ, ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് കസ്തൂരി അനുരുദ്ധൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. 301 അംഗ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അപാകത തുറന്നു കാട്ടിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടിക്കൊരുങ്ങി ആരോഗ്യവകുപ്പ്. ഡോക്ടറുടെ പോസ്റ്റിടാനുണ്ടായ സാഹചര്യം വിശദീകരിക്കാൻ ആവശ്യപ്പെടും. ഡോക്ടറുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കാനും ആരോഗ്യവകുപ്പ് നടപടി തുടങ്ങി. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഡോക്ടർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. അഖിൽ പാലോട്ട് മഠം ചേരുന്ന വിവരങ്ങളുമായി. അഖിൽ, ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് ഡോക്ടർ ചെയ്തത്. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അപാകതകളെല്ലാം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം. എന്താണ് ആരോഗ്യവകുപ്പ് എടുത്തിരിക്കുന്ന തീരുമാനം? ഈ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ എന്തിനാണ്? വീണ, സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് നമ്പർ 1 ആണ് എന്ന് ആവർത്തിച്ച് സർക്കാരും ആരോഗ്യവകുപ്പ് മന്ത്രിയും പറയുന്നതിനിടയിലാണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ പോലും ശസ്ത്രക്രിയ നടത്തുന്നതിലേക്ക് വേണ്ട ഉപകരണങ്ങളും ശസ്ത്രക്രിയ നടത്തേണ്ട സംവിധാനങ്ങളും ഇല്ല എന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൻ്റെ മേധാവി തന്നെ, ഒരു വിഭാഗത്തിൻ്റെ HOD തന്നെ തുറന്നു പറയുന്നു. ആ പരാതി പലതവണ DMOയ്ക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുമ്പിലും പറഞ്ഞിട്ട് അതിലൊരു നടപടിയും ഇല്ലാതെ വരുമ്പോഴാണ് അദ്ദേഹം നവമാധ്യമത്തിൽ തുറന്നെഴുതാൻ, അതായത് ശസ്ത്രക്രിയ മുടങ്ങിയതിനെ തുടർന്ന് രോഗികളുടെ ബന്ധുക്കളിൽ നിന്നുണ്ടായ അനുഭവത്തെ തുറന്നെഴുതാൻ തയ്യാറായത്. പക്ഷേ അത് വലിയ രീതിയിലാണ് സർക്കാരിന് ഇപ്പോൾ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കണക്കിലെടുത്ത് അദ്ദേഹത്തിനെതിരെ ഒരു വകുപ്പ് തല നടപടിക്ക് വേണ്ടി ഇപ്പോൾ സർക്കാർ മുൻകൈയെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അതോട് വിശദീകരണം ചോദിക്കുകയും ആ വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുവാനുമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത്. ന്യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവിയായിട്ടുള്ള ഹാരിസ് ചിറക്കലാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ന്യൂറോ സംബന്ധമായ രോഗങ്ങളുടെ ശസ്ത്രക്രിയ നടത്തുന്നതിലേക്ക് വേണ്ട ഉപകരണങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇല്ല, ആ ശസ്ത്രക്രിയ നടത്തേണ്ട സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ പോസ്റ്റ് തുടർന്നുണ്ടായ ഒരു വകുപ്പ് തല നടപടിക്കാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത് അദ്ദേഹത്തോട് ഇന്ന് തന്നെ വിശദീകരണം ചോദിക്കാൻ വേണ്ടി DME, അതായത് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ മെഡിക്കൽ ഓഫീസറുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരോഗ്യവകുപ്പ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുക. വീണ. ഓക്കെ, ശരി അഖിൽ. ഏതായാലും ഈ വിശദീകരണം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വിശദീകരണം ലഭിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കുക എന്നാണ് അഖിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് വരയ്ക്കൽ ബീച്ചിലെ കുട്ടികളുടെ പാർക്കിലെ വൈദ്യുതി ബന്ധം KCB വിച്ഛേദിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. അപ്പോഴും ഈ ബദൽ സംവിധാനമൊന്നും കോർപ്പറേഷൻ ഒരുക്കിയിട്ടില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പാർക്കിന്റെ അവസ്ഥയും പരിതാപകരമാണ്. ഏത് നിമിഷവും തകർന്നു വീഴാറായ വിശ്രമ കേന്ദ്രവും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. കോർപ്പറേഷന്റെ പിടിപ്പുകേടിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണിത്. ഗോകുൽ K. വേണുഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി. ഗോകുൽ, ഈ പാർക്കിനെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായ പരാതികളാണ്. അത് അടിമുടി തകർന്നുപോയ സാഹചര്യമാണ്. പലപ്പോഴും കോടികൾ മുടക്കുന്നു, ഇത്തരം പാർക്കുകൾ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നു. അത് പിന്നീട് വേണ്ടത്ര പരിചരിക്കപ്പെടാതെ പോകുന്നൊരു സാഹചര്യം. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു. പലയിടങ്ങളിൽ നിന്നൊക്കെയുള്ള പരാതികൾ മിക്കയിടങ്ങളിൽ നിന്നുണ്ട്. ഇതിപ്പോൾ ഈ കോഴിക്കോട്ടെ കാര്യത്തിൽ KCB വൈദ്യുതി ബന്ധം പോലും വിച്ഛേദിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മറ്റെന്തൊക്കെ? വീണ, പലപ്പോഴും പല പദ്ധതികളും സർക്കാർ നടപ്പിലാക്കുന്ന സമയത്ത് കൊട്ടിഘോഷിച്ചുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കുക എന്നതിനപ്പുറത്തേക്ക് അതിനെ പരിപാലിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഒന്നും ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അതിനുള്ളൊരു ഉദാഹരണമാണ് കോഴിക്കോട് വരയ്ക്കൽ ബീച്ചിൽ നമ്മളിപ്പോൾ കാണുന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു
ബീച്ചാണ് ഇത്തരത്തിൽ പരിപാലിക്കാൻ ആളില്ലാതെ വിവിധ വകുപ്പുകളുടെ പിടിപ്പുകേട് മൂലം ഈ നശിച്ചുകൊണ്ടിരിക്കുന്നത്. KSEBയുടെ പണി നടക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അവിടെ KSEB ഫ്യൂസ് ഊരിയത്. എന്നാൽ അതിനൊരു താൽക്കാലിക സംവിധാനം ഉറപ്പുവരുത്താൻ കോഴിക്കോട് കോർപ്പറേഷന് സാധിച്ചിട്ടില്ല. മാത്രമല്ല, നമ്മൾ ആ ബീച്ചിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കുട്ടികൾക്കും മറ്റും വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള പലതരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ തുരുമ്പെടുത്ത് പൂർണ്ണമായും നശിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ പറയുന്നത് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നു, കൊട്ടിക്കൊഴിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നു, അതിന് വലിയ രീതിയിലുള്ള പരസ്യം കൊടുക്കുന്നു. ആദ്യത്തെ 1-2 ആഴ്ചയുടെ പ്രവർത്തനങ്ങൾക്ക് ശേഷം അത് നിലച്ചു പോകുന്നു. അവിടേക്ക് ആളുകൾ എത്താത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അത് തിരിഞ്ഞു നോക്കാൻ ഈ അധികൃതർ തയ്യാറാവുന്നില്ല എന്നൊരു പരാതിയാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് പലതരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ ആളുകളുടെ കേന്ദ്രങ്ങളായി മാറുന്നു. അവിടെയുള്ള ആ പരിസരത്തുള്ള ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷം അവിടെ സംജാതമാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പരാതികൾ പ്രാദേശികമായി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുമ്പോൾ പോലും അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നില്ല. ഈ തുരുമ്പെടുത്ത് നശിച്ചിട്ടുള്ള ഈ പാർക്കിലെ മറ്റു ഉപകരണങ്ങൾ നവീകരിക്കാൻ ആവശ്യമായിട്ടുള്ള തുക നീക്കി വെക്കുന്നില്ല. ഈ KSEBയുടെ പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് KSEB അവിടുന്ന് ഫ്യൂസ് ഊരിയത്. ആ ഫ്യൂസ് ഊരിയതിനു ശേഷം കുട്ടികൾക്ക് അവിടെ കളിക്കാൻ ആവശ്യമായിട്ടുള്ള താൽക്കാലിക സംവിധാനം ഒരുക്കാനോ വൈദ്യുതി സംവിധാനം ഒരുക്കാനോ ഒന്നും കോർപ്പറേഷൻ മെനക്കെടുന്നില്ല എന്നുള്ളത്. അതായത് ഈ പദ്ധതി നടന്നു പോകണമെന്നൊരു താല്പര്യം കോർപ്പറേഷൻ അധികൃതർക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇതിലെ എടുത്തു പറയേണ്ട ഒരു കോർപ്പറേഷന്റെ കുറ്റകരമായ അനാവസ്ഥയെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം. മാത്രമല്ല, ഇത് നഗരത്തിൽ നിന്ന് കുറച്ചു മാറി തിരക്കൊഴിഞ്ഞൊരു സ്ഥലമാണ്, ആളുകളൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് ഈ കോർപ്പറേഷനും മറ്റധികാരികളും ഒന്നും തിരിഞ്ഞു നോക്കാത്തതിന്റെ പേരിൽ നാമാവശേഷമായി മാത്രം ബാക്കിയാവുന്നത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് അത്തരത്തിലൊരു പാർക്ക് അവിടെ നവീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്, നിർമ്മിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതാണ് നവീകരണമില്ലാതെ വകുപ്പുകളുടെ അനാസ്ഥകൾ മൂലം നാമാവശേഷമായിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി ഗോകുൽ. അധികൃതരുടെ അനാസ്ഥയാണ് എപ്പോഴും ഇത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിവെക്കുന്നത്. വേണ്ട രീതിയിൽ ഇതൊക്കെ പരിപാലിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തവർ എന്തിനാണ് ഈ കോടികൾ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുക്കി കളയുന്നത് എന്ന ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നു. ഇസ്കോൺ തിരുവനന്തപുരം ശാഖയിലെ ആമച്ചൽ ശ്രീ നീലാചൽ ജഗന്നാഥ ക്ഷേത്രത്തിൽ രഥയാത്രാ ഉത്സവം സംഘടിപ്പിച്ചു. ഇസ്കോൺ തിരുവനന്തപുരം ശാഖ പ്രസിഡന്റ് ജഗത് സാക്ഷി പ്രഭു ഉദ്ഘാടനം നിർവഹിച്ചു. കാട്ടാക്കട 5 തെങ്ങിൻമുട്ടിൽ നിന്ന് തുടങ്ങി രഥയാത്ര കാട്ടാൾ ദേവി ക്ഷേത്രത്തിൽ സമാപിച്ചു. രഥയാത്രയിൽ വിവിധ ഇസ്കോൺ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഭക്തന്മാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത് രഥം വലിച്ചു. സമാപനത്തോടനുബന്ധിച്ച് കാട്ടാൾ ദേവി ക്ഷേത്രത്തിൽ അന്നദാനവും ഒരുക്കി. കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഡൽഹിയിൽ ജനം TV സൗഹൃദവേദി യൂണിറ്റ് രൂപീകരിച്ചു. ഡൽഹി മലയാളികളുടെ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ജനം TVയുടെ സജീവമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ജനം എക്സിക്യൂട്ടീവ് ചെയർമാൻ G. സുരേഷ് കുമാർ പറഞ്ഞു. വിവിധ സാംസ്കാരിക സാമുദായിക സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. ഭാരത് മാതാ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച് മൗനപ്രാർത്ഥനയോടെയുമാണ് ചടങ്ങ് ആരംഭിച്ചത്. ഡൽഹിയിൽ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ ജനം TVയുടെ ഇടപെടൽ സജീവമാക്കുന്നതിനായി MR വിജയൻ ചീഫ് കോർഡിനേറ്ററായി ജനം സൗഹൃദവേദി യൂണിറ്റ് രൂപീകരിച്ചു. രാഷ്ട്രീയമായോ മതപരമായോ ഉള്ള യാതൊരു വ്യത്യാസവുമില്ലാതെ ഡൽഹിയിലുള്ള എല്ലാ മലയാളികളെയും ജനം TVയുടെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിപ്പിക്കുകയും അതുപോലെ തന്നെ ജനം TVക്ക് കൂടുതൽ പ്രമോഷൻ ഡൽഹിയിൽ കിട്ടുന്ന രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഡൽഹിയിലെ ജനസൗഹൃദവേദിയുടെ ലക്ഷ്യം. ജനം TV മാറ്റത്തിന്റെ യാത്രയിലാണെന്നും ഡൽഹി മലയാളി സമൂഹത്തിന്റെ ആഘോഷങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ജനം TV ഒപ്പമുണ്ടാകുമെന്നും ജനം എക്സിക്യൂട്ടീവ് ചെയർമാൻ G. സുരേഷ് കുമാർ പറഞ്ഞു. ദേശീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതും മറ്റ് ചാനലുകൾ കൊടുക്കാൻ തയ്യാറാകാത്ത വാർത്തകളും പ്രക്ഷേപണം ചെയ്യാൻ ധൈര്യം കാണിച്ച ചാനലാണ് ജനം TV എന്നും അദ്ദേഹം വ്യക്തമാക്കി. N. വേണുഗോപാൽ, MKG പിള്ളെ തുടങ്ങിയവരും വിവിധ ക്ഷേത്രസമിതി പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. ജനം, ഡൽഹി. സരസ്വതി നദിയുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട നിർണായക കണ്ടെത്തലുമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. രാജസ്ഥാനിലെ ബഹാദ് ജില്ലയിൽ 4.5 നൂറ്റാണ്ട് പഴക്കമുള്ള നാഗരികതയുടെ തെളിവാണ് ASIക്ക് ലഭിച്ചത്. മഹാഭാരത, മൗര്യ, ഗുപ്ത ഉൾപ്പെടെ 5 വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ തെളിവുകളും ഖനനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു.
ഭാരതത്തിലെ 7 പുണ്യനദികളിൽ 4ാമതാണ് സരസ്വതി. പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ ഒരു ഭൂചലനത്തിൽ സരസ്വതി യമുനാ നദിയിൽ ചേർന്നുവെന്നും അങ്ങനെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നുമാണ് നിഗമനം. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് രാജസ്ഥാനിലെ ഡീഗ് ജില്ലയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഖനനവും ഗവേഷണവും ആരംഭിച്ചത്. പുണ്യനദി സരസ്വതിയുമായി ബന്ധിപ്പിക്കുന്ന 23 മീറ്റർ ആഴമുള്ള പുരാതന നദീതട ചാനൽ ഉൾപ്പെടെയുള്ള സുപ്രധാന കണ്ടെത്തലാണ് ഫലം. സരസ്വതി താഴ്വരയെ മധുര ബ്രജ് മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ഇടം. ഡീഗ് ജില്ലയിലെ ബഹാജ് ഗ്രാമമാണ് ഭൂമി. ബഹാജ് സരസ്വതി നദീതട സംസ്കാരം പേറുന്നു എന്നാണ് കണ്ടെത്തൽ. മഹാഭാരത കാലഘട്ടത്തിലേതെന്ന് കരുതുന്ന വസ്തുക്കളും ഇവിടെ നിന്ന് കണ്ടെത്തിയതായി ASI അറിയിച്ചു. മൺപാത്രങ്ങൾ, ബ്രാഹ്മി ലിപിയിലെ മുദ്രകൾ, ചെമ്പ് നാണയങ്ങൾ, മൗര്യ ഗുപ്ത കാലഘട്ടത്തിലെ ശില്പങ്ങൾ, വിഗ്രഹങ്ങൾ, അസ്ഥി കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ തുടങ്ങി 800-ലധികം പുരാവസ്തുക്കൾ ഖനനത്തിൽ കണ്ടെത്തി. മൗര്യദേവിയുടേതെന്ന് കരുതുന്ന BC 400 വരെ പഴക്കമുള്ള ശില്പവും ലഭിച്ചു. സിന്ധു നദീതട സംസ്കാരത്തിന് ശേഷമുള്ള കാലഘട്ടം മഹാഭാരത, മൗര്യ, കുശാന, ഗുപ്ത എന്നിങ്ങനെ 5 വ്യത്യസ്ത കാലഘട്ടത്തിന്റെ തെളിവുകളാണ് ഖനനത്തിൽ നിന്നും കണ്ടെത്തിയത്. ബ്രജ് മേഖല മതപരവും സാംസ്കാരികവും ചരിത്രപരവുമായ പൈതൃകത്തിന്റെ കേന്ദ്രമായിരുന്നു. ഖനനത്തിനിടെ ലഭിച്ച മനുഷ്യന്റെ അസ്ഥികൂടം പരിശോധനയ്ക്കായി ഇസ്രയേലിലേക്ക് അയച്ചു. ഏറ്റവും പ്രധാനം സരസ്വതി നദിയുടെ കണ്ടെത്തൽ തന്നെ. ഭൂമിക്കടിയിൽ ഇപ്പോഴും ഒഴുകുന്നു എന്ന് കരുതുന്ന നദിയെപ്പറ്റി ഋഗ്വേദത്തിലും മഹാഭാരതത്തിലും പറയുന്നുണ്ട്. ഹിമാലയത്തിൽ നിന്നുദ്ഭവിച്ച് ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത് വഴി ഒഴുകി റാൻ ഓഫ് കച്ചിലൂടെ ഇത് കടലിൽ സംഗമിച്ചിരുന്നുവെന്നതിന് ശാസ്ത്രീയമായ തെളിവുകളും ഇതിനകം ഭൂഗർഭ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ രാജ്യത്തെ ആദ്യത്തെ ഗ്രാമമായ മനയിൽ നിന്നാണ് സരസ്വതി നദി ഉദ്ഭവിക്കുന്നത്. 4000 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് സരസ്വതി നദി ഉണ്ടായിരുന്നത്. നാഷണൽ ഡെസ്ക്, ജനം. രാജ്യത്തിന്റെ കാർഷിക മേഖലയിൽ വൻ ഉണർവ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കാർഷിക ഉൽപ്പാദനം 29.49 ലക്ഷം കോടി രൂപയായി സർക്കാർ കണക്കുകൾ. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലെ മോദി സർക്കാരിന്റെ പ്രവർത്തന ഫലം കൂടിയാണ് കാർഷിക അനുബന്ധ മേഖലകളിലെ സ്ഥിര വളർച്ച. രാജ്യത്തെ പ്രധാന വരുമാന സ്രോതസ്സാണ് കാർഷിക മേഖല. കാർഷിക ഉൽപ്പാദനത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനത്തും. 2012-നും 2024-നും ഇടയിൽ മൊത്ത ഉൽപ്പാദന മൂല്യം 54.6% വർദ്ധിച്ച് 29.49 ലക്ഷം കോടിയായി. വിളകൾക്ക് പുറമെ ധാന്യങ്ങളും പഴം, പച്ചക്കറിയും നേട്ടമുണ്ടാക്കി. കൃഷിയും അനുബന്ധ മേഖലയും നൽകുന്ന മൊത്ത ഉൽപ്പാദന മൂല്യം 10 വർഷത്തിൽ 19.08 ലക്ഷം കോടിയിൽ നിന്നാണ് 29.49 ലക്ഷം കോടി രൂപയായത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, തെലങ്കാന, ഹരിയാന എന്നീ 5 സംസ്ഥാനങ്ങളാണ് ധാന്യമേഖലയിൽ കൂടുതൽ സംഭാവന ചെയ്തത്. പഴവർഗ്ഗത്തിൽ ഏറ്റവും കൂടുതൽ വിപണി മാമ്പഴത്തിൻ്റെതാണ്. പച്ചക്കറിയിലാകട്ടെ ഉരുളക്കിഴങ്ങും. ഹോർട്ടിക്കൾച്ചറിലെ വർദ്ധിക്കുന്ന വാണിജ്യ താൽപ്പര്യവും റിപ്പോർട്ട് പ്രതിപാദിക്കുന്നു. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ മികവ് കാട്ടിയത് കാർഷിക മേഖലയായിരുന്നു. രാജ്യത്തിന്റെ പ്രവർത്തനത്തിൽ 1ാം എഞ്ചിനാണ് കാർഷിക മേഖലയെന്നാണ് ബജറ്റ് അവതരണ വേളയിൽ ഇത്തവണയും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്. കാർഷിക മേഖലയ്ക്കും കർഷകർക്കുമായി ഓരോ ബജറ്റിലും അല്ലാതെയും നരേന്ദ്രമോദി സർക്കാർ ഒരുക്കുന്ന പദ്ധതികൾ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി. കാർഷിക വളർച്ചയും ഉൽപ്പാദനക്ഷമതയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മോദി സർക്കാരിന്റെ പ്രഖ്യാപിത നയം. നാഷണൽ ഡെസ്ക്, ജനം. കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ പരിപാടിയിൽ രജിസ്ട്രാർ നടത്തിയ ചട്ടലംഘനത്തിൽ കൂടുതൽ വിശദീകരണം തേടി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമേൽ. ഇന്നലെ രജിസ്ട്രാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാലാണ് VC കൂടുതൽ വിശദീകരണം തേടിയത്. പദചിഹ്നങ്ങൾ ഏതായിരുന്നു എന്ന് വിശദീകരിക്കാൻ VC രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടു. വിശദമായ റിപ്പോർട്ട് ഇന്ന് VC ഗവർണർക്ക് കൈമാറും. ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, എന്താണ് കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടത്? വീണ, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് രജിസ്ട്രാർ KS അനിൽകുമാർ VC ഡോക്ടർ മോഹൻ കുന്നുമേലിന് കഴിഞ്ഞ 25-ാം തീയതി സർവകലാശാല സെനറ്റ് ഹാളിലുണ്ടായ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയത്. ഈ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതാണ് VC അറിയിക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദാംശങ്ങൾ, കൂടുതൽ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് VC ഇപ്പോൾ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൽ ചില കാര്യങ്ങൾ, അതായത് സ്വമേധയാ ന്യായീകരിച്ചുകൊണ്ട് രജിസ്ട്രാർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ചില അനിഷ്ട സംഭവങ്ങൾ നടന്നു.
ആ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ PRO തന്നോട് അത് അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ പരാതി നൽകിയത് അടക്കമുള്ള കാര്യങ്ങൾ താൻ സ്വീകരിച്ചത് എന്നുള്ളതാണ് രജിസ്ട്രാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഒപ്പം തന്നെ ഈ പരിപാടി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഹോൾ പത്മനാഭ സേവാ സമിതി ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അത് കരാറിൽ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള മതചിഹ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രഭാഷണങ്ങളോ ഒന്നും തന്നെ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പരിപാടി നടക്കുന്ന സമയത്ത് അവരുടെ ഒരു മതചിഹ്നം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് രജിസ്ട്രാറുടെ വാദം. മതചിഹ്നം എന്ന രജിസ്ട്രാർ പറയുന്ന അവകാശവാദം ഉന്നയിക്കുന്നത് ഭാരതാംബയുടെ ചിത്രത്തെയാണ്. ഭാരതാംബയുടെ ചിത്രം അവിടെ നിന്ന് മാറ്റണമെന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കവും സംഘർഷവും ഒക്കെ പിന്നീട് നടക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കൊപ്പം ചേർന്നുകൊണ്ട് KS അനിൽകുമാർ രജിസ്ട്രാർ പ്രവർത്തിക്കുകയും ചെയ്തത്. ഈ ഘട്ടത്തിലാണ് ആ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ള മതചിഹ്നം ഏതാണ് എന്ന് കൃത്യമായി തെളിവുകൾ സഹിതം ഹാജരാക്കണമെന്ന് VC ആവശ്യപ്പെട്ടിട്ടുള്ളത്. തനിക്ക് ഇന്നലെ ലഭ്യമായിട്ടുള്ള വിശദീകരണത്തിൽ താൻ തൃപ്തനല്ല എന്നുകൂടി VC അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് ആ മതചിഹ്നം ഏതാണ് എന്ന് തീർത്തും വ്യക്തമാക്കാനും ഒപ്പം തന്നെ ഏത് സാഹചര്യത്തിലാണ് ഈ പരിപാടി റദ്ദാക്കിയതായി താങ്കൾ രാജ്ഭവനെ അറിയിച്ചത്. കാരണം സ്വാഭാവികമായും ഇത്തരത്തിൽ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോട്ടോകോൾ ലംഘനമോ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോലീസ് ഔദ്യോഗികമായി റിപ്പോർട്ട് രാജ്ഭവന് സമർപ്പിക്കും. ശേഷമാണ് ഈ പരിപാടി രാജ്ഭവനാണ് റദ്ദ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പങ്കെടുക്കില്ല എന്നുള്ളത് ഗവർണറുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത്. പക്ഷേ ഇത് മുൻകൂട്ടി VC പോലും അറിയാതെ രജിസ്ട്രാർ ഏത് സാഹചര്യത്തിലാണ് ഗവർണറുടെ ഓഫീസിലേക്ക് ഗവർണറെ തന്നെ വിളിച്ച് പരിപാടിക്ക് എത്തേണ്ട കാര്യമില്ല, പരിപാടി റദ്ദ് ചെയ്തുവെന്ന് പറഞ്ഞത്. പിന്നീട് എപ്പോഴാണ് സംഘാടകർക്ക് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ വിശദീകരണം നൽകണമെന്നുള്ളതാണ് VC ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് തന്നെ ആ വിശദീകരണം തന്റെ ഓഫീസിൽ എത്തണം അല്ലെങ്കിൽ തനിക്ക് ലഭ്യമാക്കണമെന്നും VC ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ റിപ്പോർട്ട് രാജ്ഭവനിലേക്ക് VC ഡോക്ടർ മോഹൻ കുന്നുമേൽ അയക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കടുത്ത നടപടികളിലേക്ക് രജിസ്ട്രാർക്കെതിരെ നടക്കണം അല്ലെങ്കിൽ കടക്കണം എന്നുള്ളൊരു നിർദ്ദേശം വന്ന സാഹചര്യം കൂടി ഘട്ടത്തിൽ നിൽക്കുന്നുണ്ട്. കാരണം പല ഘട്ടങ്ങളിലും യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന പല പരിപാടികളിലും ഭരണകാര്യങ്ങളിൽ മാത്രം ഇടപെടേണ്ട രജിസ്ട്രാർ അതിനപ്പുറത്തുള്ള ചില കാര്യങ്ങളിലേക്കും VCയുടെ അധികാരത്തിലേക്കും ഒക്കെ തന്നെ കടന്നു കയറി ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള പരാതിയുണ്ട്. ഈ ഘട്ടത്തിൽ രാജ്ഭവൻ കൂടി കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട്. രജിസ്ട്രാർ നടത്തിയ വീഴ്ചകൾ അക്കമിട്ട് എണ്ണി പറയണമെന്നുള്ളതാണ് VCക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് VCക്ക് രജിസ്ട്രാർ നൽകുന്ന റിപ്പോർട്ടിന്റെയും വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് ഇന്ന് VC രാജ്ഭവന് നൽകും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ കൃത്യമായ നടപടികളിലേക്ക് രാജ്ഭവൻ കൂടി കടക്കുക. അങ്ങനെയാണെങ്കിൽ രാജ്ഭവന്റെ നിർദ്ദേശപ്രകാരം ഒരുപക്ഷെ സർവീസിൽ നിന്ന് സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ നടപടികൾ KS അനിൽകുമാർ നേരിടേണ്ടതായിട്ട് വരും. വീണ. ഓക്കെ, ശരി ശാലിനി. നമുക്ക് നോക്കാം പ്രധാന തലക്കെട്ടുകൾ വീണ്ടും. കൊച്ചിയിലെ DJ പാർട്ടിക്കിടെ ഉണ്ടായ സംഘർഷത്തിൽ കേസെടുക്കാതെ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവതിയെ വിട്ടയച്ചു. നിസ്സാര പരിക്കെന്ന് പോലീസ് വാദം. ആക്രമണം യുവാവ് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ച്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു. സ്പിൽവേ ഷട്ടറുകൾ തുറക്കും. തീരപ്രദേശത്ത് അതീവ ജാഗ്രത. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം. 9 പേരെ കാണാതായത് നിർമ്മാണ തൊഴിലാളികളെ. കേരള സർവകലാശാല രജിസ്ട്രാറോട് കൂടുതൽ വിശദീകരണം തേടി VC. മതചിഹ്നങ്ങൾ ഏതായിരുന്നുവെന്ന് വിശദീകരിക്കണം. വിശദമായ റിപ്പോർട്ട് ഇന്ന് ഗവർണർക്ക് കൈമാറും. ഭാരതാംബയെ അധിക്ഷേപിച്ച VSSC ഉദ്യോഗസ്ഥനെതിരെ പരാതി. വകുപ്പ് തല നടപടി വേണമെന്ന ആവശ്യം. പ്രമോദിന്റേത് CCS ചട്ടങ്ങളുടെ ലംഘനമെന്നും പരാതിയിൽ. ജനം ബ്രേക്കിംഗ്. ഹമാസ് ഭീകരനെ വധിച്ച ഇസ്രയേൽ. ഹക്കിം അലിസയെ വധിച്ചത് വ്യോമാക്രമണത്തിൽ. കൊല്ലപ്പെട്ടത് ഹമാസ് മുൻ സൈനിക മേധാവി.
മലപ്പുറം കാടാമ്പുഴയിൽ മരിച്ച 1 വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. മതിയായ ചികിത്സ നൽകിയില്ല എന്ന ആക്ഷേപം. പാലക്കാട് വിക്ടോറിയ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനിയെ പ്രോജക്റ്റിന് മാർക്ക് കുറച്ച് തോൽപ്പിച്ചതായി ആക്ഷേപം. സൈക്കോളജി അവസാന സെമസ്റ്റർ BSc വിദ്യാർത്ഥിനിയെ പ്രോജക്റ്റ് മൂല്യനിർണ്ണയത്തിൽ ബോധപൂർവം പരാജയപ്പെടുത്തിയെന്നാണ് പരാതി. മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗവർണർക്കും VCക്കും നിവേദനം നൽകി. SFIക്കാരല്ലാത്തവരെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുന്നതായാണ് ആക്ഷേപം. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, അത് രാഷ്ട്രീയം നോക്കിയൊക്കെ ഈ പ്രോജക്റ്റിന് മാർക്ക് കുറയ്ക്കുക എന്ന് പറയുന്നത് എന്ത് അതിശയോക്തിയുള്ള കാര്യമാണ്. അതൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സങ്കടകരമാണ്. നമ്മുടെ സർവകലാശാലകളിൽ എന്താണ് സംഭവിക്കുന്നത് ഓർത്തിട്ട് ഇതിപ്പോൾ എന്താണ് ഈ പാലക്കാട് വിക്ടോറിയ കോളേജിൽ സംഭവിക്കുന്നത്? വീണ, നമ്മൾ പല ഘട്ടങ്ങളിലും കേട്ടിട്ടുണ്ട്, പരീക്ഷ എഴുതാത്ത SFI നേതാവ് വിജയിച്ചു, ഒപ്പം തന്നെ തോറ്റ SFI നേതാവിനെ വിജയിപ്പിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ കേരള സർവകലാശാല അടക്കം വിവിധ സർവകലാശാലകളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അത്തരത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നൊക്കെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ മുഴുവൻ വിഷയങ്ങൾക്കും വിജയം കൈവരിച്ച്, അല്ലെങ്കിൽ മുഴുവൻ വിഷയങ്ങൾക്കും ഉന്നത വിജയം നേടിയ ഒരു വിദ്യാർത്ഥിനിയെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ തോൽപ്പിച്ചതായിട്ടുള്ള പരാതികളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. വിക്ടോറിയ കോളേജിലെ ഒരു വിദ്യാർത്ഥിനി KSU പ്രവർത്തക കൂടിയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ വിരോധം ഇതിന് പിന്നിലുണ്ട് എന്നൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ള മാർക്കിലാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നതും ആ വിദ്യാർത്ഥിനിയെ തോൽപ്പിച്ചതായിട്ടുള്ള പരാതികൾ ഉയരുകയും ചെയ്തിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ എല്ലാ വിഷയങ്ങൾക്കും ഉയർന്ന മാർക്ക് നേടിയ സൈക്കോളജി 6ാമത്തെ സെമസ്റ്റർ, അല്ലെങ്കിൽ അവസാനത്തെ സെമസ്റ്റർ വിദ്യാർത്ഥിനിയായിട്ടുള്ള KSU നേതാവിനെയാണ് ഇത്തരത്തിൽ പ്രോജക്റ്റിൽ മാർക്ക് കുറവാണ് എന്ന പേരിൽ തോൽപ്പിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥിനിയുടെ പേരടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പ്രോജക്റ്റ് മൂല്യനിർണ്ണയത്തിൽ ബോധപൂർവമായി പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥിനി ഇപ്പോൾ നിവേദനം നൽകിയിട്ടുള്ളത്. SFIയുമായി ഗൂഢാലോചന നടത്തിയാണ് പ്രോജക്റ്റിന്റെ അധ്യാപിക തന്നെ തോൽപ്പിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പരാതിയായി വൈസ് ചാൻസലർക്ക് മുൻപിൽ എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർ പരീക്ഷാ കൺട്രോളർക്കുമൊക്കെ പരാതി നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പുനർമൂല്യനിർണ്ണയം നടത്തി വിദ്യാർത്ഥിനി വിജയിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചേരുന്നു. ഈ വിദ്യാർത്ഥിനിയെ വിജയിപ്പിക്കണമെന്ന റിപ്പോർട്ട് കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വന്നതുമാണ്. പക്ഷേ കൃത്യമായി ഇടപെടൽ നടത്താൻ വിക്ടോറിയ കോളേജിലെ അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി ഇപ്പോൾ ഉന്നയിക്കുന്ന വിഷയം. എല്ലാ പേപ്പറിലും ജയിച്ച ജംഷിയ ഷെറിനാണ് പ്രോജക്റ്റിൽ തന്നെ പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് തോൽപ്പിച്ചു എന്നുള്ള പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. നിരവധി തവണ താൻ അതിന്റെ രേഖകളടക്കം സഹിതം പിന്നീട് സർവകലാശാലയെ സമീപിച്ചുവെങ്കിലും സർവകലാശാലയുടെ ഭാഗത്തു നിന്നും കൃത്യമായി ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പരാതി ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് ചെയർമാൻ തന്നെ വിഷയത്തിൽ റിപ്പോർട്ട് നൽകുന്നു. ഈ മാർക്ക് വിദ്യാർത്ഥിനിക്ക് ഫൈനൽ മാർക്കായി നൽകണമെന്നും വിദ്യാർത്ഥി വിജയിച്ചതായിട്ടുമുള്ള റിപ്പോർട്ട് പരീക്ഷാ ബോർഡ് ചെയർമാൻ തന്നെ നൽകിയിട്ടും അതിനോട് മുഖം തിരിക്കുകയാണ് അവിടുത്തെ ചില ഇടതനുകൂല ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥി പരാതിയുമായി എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുമായിട്ടൊക്കെ ഇടപെടൽ നടത്തിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവരിപ്പോൾ ഗവർണർ, എല്ലാ സർവകലാശാലയുടെയും ചാൻസലറാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്കും ഒപ്പം തന്നെ കാലിക്കറ്റ് VC അടക്കമുള്ളവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. കാരണം ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയാണ്. പരീക്ഷ എഴുതി വിജയിച്ച ഒരു വിദ്യാർത്ഥിയെ മനഃപൂർവ്വം എവിടെ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് രാഷ്ട്രീയ പകപോക്കൽ നടത്തിയെന്നുള്ളതാണ് ജിംഷിൻ ഇപ്പോൾ പരാതിയുമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ പരാതി രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് നിർണായക നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് പല പരീക്ഷകളും എഴുതാതെ ചോദ്യ നമ്പറുകൾ മാത്രം ഇട്ട് പരീക്ഷയിൽ മുഴുവൻ മാർക്കുകൾക്കും വിജയം കൈവരിക്കുന്ന ഇടതനുകൂല വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ വിദ്യാർത്ഥികളുള്ള സർവകലാശാലയിൽ തന്നെയാണ് ഇത്തരത്തിൽ പരീക്ഷ എഴുതി മുഴുവൻ വിഷയങ്ങൾക്കും ഉന്നത വിജയം കൈവരിച്ച ഒരു വിദ്യാർത്ഥിനിയെ രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ പ്രോജക്റ്റിൽ തോൽപ്പിച്ചത് എന്നുള്ളതാണ് ആക്ഷേപമായി വരുന്നത്. എന്തായാലും ഇനി രാജ്ഭവൻ ഗവർണർ സ്വീകരിക്കുന്ന നിലപാട് കൂടി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ ഇടതനുകൂല നേതാക്കന്മാരുടെയും ഒപ്പം തന്നെ ജീവനക്കാരുടെയും വിക്ടോറിയ കോളേജിലെ അധ്യാപകരുടെയും ഈ രാഷ്ട്രീയ ഇടപെടലിൽ. വീണ. ഓക്കെ, ശരി ശാലിനി.
മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 136.20 അടിയായി ഉയർന്നു. രാവിലെ 10 മണിയോടെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കും. തീരപ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. സുബിൻ തോമസ് ചേരുന്ന വിവരങ്ങളുമായി. സുബിൻ, നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ 136.10 അടിയായിരുന്നു. അത് പിന്നീട് 1.15 എന്ന രീതിയിലേക്ക് കൂടി മാറിയതായി സുബിൻ ആ സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ അത് 0.20 എന്ന രീതിയിലേക്ക് കൂടി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വൃഷ്ടിപ്രദേശത്തു നിന്നുള്ള വെള്ളം ഒഴുകി വന്ന് ഈ ഡാമിൽ വീണ്ടും വീണ്ടും വെള്ളം കൂടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ 10 മണിക്ക് ഡാം തുറന്നു വിടാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. എത്രത്തോളം ജാഗരൂകരായിരിക്കണം എന്നുള്ള വിവരമാണ് നൽകിയിരിക്കുന്നത്? വീണ, ഇപ്പോൾ ലഭിച്ച അറിയിപ്പ് പ്രകാരം ഈ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വല്പം സമയം കൂടി വൈകും. അതായത് 10 മണിക്ക് ശേഷമേ ഈ ഒരു ഡാം തുറക്കൂ എന്നുള്ള ഒരു വിവരം നിലവിൽ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നിലവിലെ അറിയിപ്പ് പ്രകാരം ഏകദേശം ഒരു 11:30-12 മണിയോട് കൂടി ഡാം തുറക്കുമെന്നുള്ളൊരു പുതിയ അറിയിപ്പാണ് എത്തിയിട്ടുള്ളത്. ഇവർ പറയുന്നത് പ്രകാരം 13 സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് 10 സെന്റിമീറ്റർ ഉയർത്തി, അതായത് 13 സ്പിൽവേ ഷട്ടറുകളാണ് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിനോട് ചേർന്നുള്ളത്. ആ സ്പിൽവേ ഷട്ടറുകൾ 13 ഉയർത്തി 10 സെന്റിമീറ്റർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കും. 12 മണിയോടുകൂടി ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ നമ്മൾ നൽകിയ വിവരപ്രകാരം തമിഴ്നാടാണ് 10 മണിയോടുകൂടി ഈ ഡാം തുറക്കുമെന്നുള്ളൊരു അറിയിപ്പ് നൽകിയിരുന്നെങ്കിൽ 10 മണിയോട് ഡാം തുറക്കേണ്ടി വരുമെന്നുള്ളൊരു അറിയിപ്പ് ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരുന്നത്. നിലവിൽ മറ്റ് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കേണ്ടത് കൊണ്ടാവാം നിലവിൽ ഈ ഒരു സമയം താമസിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 13 ഷട്ടറുകൾ ഉയർത്തി ഈ ഏകദേശം 10 സെന്റിമീറ്ററോളം ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നാണ് ഔദ്യോഗികമായി നമുക്കിപ്പോൾ ഏറ്റവും അവസാനം ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം തീരപ്രദേശങ്ങളിൽ തുടരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ മുല്ലപ്പെരിയാർ ഡാം തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വെള്ളം എത്തുന്ന വള്ളക്കടവ് മേഖലയിൽ തന്നെയാണ്. പെരിയാർ നദിയോട് ചേർന്ന് തന്നെയാണുള്ളത്. പെരിയാർ നദിയിൽ ഇപ്പോഴും ഒഴുക്ക് കാര്യമായി തന്നെ ഉണ്ടായിട്ടില്ല. അതേസമയം മുല്ലപ്പെരിയാർ ഡാമിലേക്ക് വരുന്ന വെള്ളത്തിന്റെ അളവിൽ ഒരു നേരിയ വർധനം ഉണ്ടായിട്ടുണ്ട്. അതായത് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് നിലവിൽ ഒഴുകിയെത്തുന്നത് 3867 കനയടി വെള്ളമാണ് നിലവിൽ ഒഴുകിയെത്തുന്നത്. 2 ദിവസം മുമ്പ് ഇത് 5000 മുകളിലായിരുന്നു. അതിനുശേഷം ഇന്നലെ ഇത് 3800 അടുത്ത് നിന്നുവെങ്കിലും ഇന്ന് രാവിലെ 3700 താഴ്ന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ വീണ്ടും വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ ഒരു നേരിയ വർധനം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാട് കൂടുതൽ വെള്ളം തമിഴ്നാട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. സ്പിൽവേ കനാല് വഴിയും അതുപോലെ തന്നെ ടണൽ വഴിയും എല്ലാം നിലവിൽ ഈ ഒരു തമിഴ്നാട് വെള്ളം കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. 2117 കനയടി വെള്ളമാണ് നിലവിൽ അവർ കൊണ്ടുപോകുന്നത്. ഈ ക്രമാതീതമായി വെള്ളം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഇനിയും ആ ഡാമിലെ ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ അടിയന്തരമായി തന്നെ ഡാം തുറക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നിലവിൽ ഈ തീരപ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ ജാഗരൂകരായിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ വേണ്ട നടപടികൾ എടുക്കാനുള്ള മുൻകരുതലിലായിരിക്കണം അവർ ഉണ്ടാവേണ്ടത്. കൂടാതെ വിവിധ വകുപ്പുകളുടെ ഏകോപനവും എല്ലാം തന്നെ നിലവിൽ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഈ വെള്ളം ഇവിടെ നിന്ന് മുല്ലപ്പെരിയാർ ഡാം തുറന്നു കഴിഞ്ഞാൽ ആദ്യം എത്തുക വള്ളക്കടവിലാണ്. ഇവിടെ നിന്ന് വണ്ടിപ്പെരിയാർ അതുപോലെ തന്നെ ചപ്പാത്ത്, മ്ലാമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പിന്നിട്ടാണ്, അയ്യപ്പൻ കോവിൽ പിന്നിട്ടാണ് നിലവിൽ ഇടുക്കി ഡാമിലേക്ക് എത്തേണ്ടത്. ഈ തീരപ്രദേശങ്ങളിലാകെ ഏകദേശം 883 കുടുംബങ്ങൾ, അതായത് വെള്ളം കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. 883 കുടുംബങ്ങൾക്ക് ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. നിലവിൽ ആരും താമസിച്ചിട്ടില്ല. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഈ തീരപ്രദേശത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ ബന്ധുവീടുകളിലേക്കോ ക്യാമ്പിലേക്കോ മാറണമെന്നാണ് നിർദ്ദേശം. മലപ്പുറം കാടാമ്പുഴയിൽ രക്ഷിതാക്കളുടെ അശാസ്ത്രീയ ചികിത്സയിലൂടെ ജീവൻ നഷ്ടമായ 1 വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. സംഭവത്തിൽ കാടാമ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. കാടാമ്പുഴ പാങ്ങിലാണ് കൃത്യമായി ചികിത്സ ലഭിക്കാതെ 1 വയസ്സുകാരൻ വെള്ളിയാഴ്ച മരിച്ചത്. കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ മതിയായ ചികിത്സ നൽകിയില്ല എന്നാണ് ആക്ഷേപം. ശിവദാസ് കർമ്മനം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശിവദാസ്, എന്താണ് വിവരങ്ങൾ? ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കുട്ടി മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് കുട്ടി മരിച്ചത്. കുട്ടിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. എന്നാൽ കൃത്യമായി കുട്ടിക്ക് ചികിത്സ നൽകിയിരുന്നില്ല. കുട്ടിയുടെ രക്ഷിതാക്കൾ ഇത്തരത്തിലുള്ള അലോപ്പതി ചികിത്സയെ എതിർക്കുന്ന ഒരു കുടുംബത്തിൽപ്പെട്ടതാണ്. അല്ലെങ്കിൽ അത്തരം ചികിത്സാ രീതികളോട് താല്പര്യമില്ലാത്ത
ഒരു കുടുംബമാണ്. മാത്രമല്ല അക്യുപങ്ക്ചർ അടക്കമുള്ള ചികിത്സാ രീതികളെ പ്രോത്സാഹിപ്പിക്കുന്ന അത് പഠിച്ച ഒരു കുടുംബം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് മഞ്ഞപ്പിത്തം വന്ന സമയത്ത് കൃത്യമായ ഒരു ചികിത്സ കുട്ടിക്ക് നൽകിയില്ലെന്നാണ് പ്രധാന പരാതി ഉയർന്നിരിക്കുന്നത്. അതിനുശേഷം ഇന്നലെ കുട്ടിയുടെ കബറടക്കം നടത്തിയിരുന്നു. 1 വയസ്സായ ആൺകുട്ടിയാണ് മരിച്ചത്. ഇന്നലെ കബറടക്കം നടത്തി. അതിനുശേഷം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ അടക്കം ഈ കുട്ടിയുടെ രക്ഷിതാക്കളുടെ മൊഴി ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും. അതിനുശേഷം ആയിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുക. വീണ. ഓക്കെ, ശരി ശിവദാസ്. ഇന്ന് ദേശീയ ക്യാമറ ദിനമാണ്. 1816 ഫ്രഞ്ചുകാരനായ ജോസഫ് നിസെഫോർ നീപ്സ് ആണ് ആദ്യത്തെ ഫോട്ടോഗ്രാഫിക് ക്യാമറ കണ്ടുപിടിച്ചത്. 1839 അൽഫോൺസ് ജിറോക്ലാസ് ആണ് ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഫോട്ടോഗ്രാഫിക് ക്യാമറ കണ്ടുപിടിച്ചത്. പിന്നീട് കളർ ഫോട്ടോഗ്രാഫും ഡിജിറ്റൽ ക്യാമറയും ഒക്കെ നിർമ്മിക്കപ്പെട്ടു. ചിത്രകാരന്റെ വരയിലൂടെ പ്രകടമായിരുന്ന ദൃശ്യങ്ങൾ ക്യാമറ കണ്ണുകളിലൂടെ പുറത്തു വന്നപ്പോൾ അത് അത്ഭുതകരമായ ദൃശ്യവിരുന്നൊരുക്കി. ഇന്ന് ദേശീയ ക്യാമറ ദിനം. ഇന്ന് ലോകമെമ്പാടുമുള്ള ഫോട്ടോഗ്രാഫി പ്രേമികൾ ക്യാമറയുടെ കണ്ടുപിടുത്തവും ഫോട്ടോഗ്രാഫി കലയും ആഘോഷിക്കുന്നു. ഫ്രഞ്ചുകാരനായ ജോസഫ് നിസെഫോർ നീപ്സ് ആണ് ആദ്യത്തെ ഫോട്ടോഗ്രാഫിക് ക്യാമറ കണ്ടുപിടിച്ചത്. 1839 അൽഫോൺസ ജിറോക്സ് ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഫോട്ടോഗ്രാഫിക് ക്യാമറ കണ്ടുപിടിച്ചു. 1861 ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആദ്യത്തെ കളർ ഫോട്ടോഗ്രാഫിക് നിർമ്മിച്ചു. 1975 കൊഡാക്കിലെ എഞ്ചിനീയറായ സ്റ്റീവ് സാസനാണ് ആദ്യത്തെ ഡിജിറ്റൽ ക്യാമറയുടെ സൃഷ്ടാവ്. ക്യാമറ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് വ്യക്തികളെയോ വസ്തുക്കളെയോ പക്ഷി മൃഗാദികളെയോ പരിചയപ്പെടുത്തുവാനും അവയുടെ ദൃശ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനുമായുള്ള ഒരേ ഒരു മാർഗം ചിത്രരചനയായിരുന്നു. ചിത്രകാരന്റെ കഴിവിലൂടെ പുറത്തു വന്ന ദൃശ്യങ്ങൾ ക്യാമറ കണ്ണുകളിലൂടെ പുറത്തു വന്നപ്പോൾ അത് അന്ന് ഒരു അത്ഭുതകരമായ കാഴ്ചയായി. പിന്നീട് അവ ചലിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് മാറിയപ്പോൾ അത് കൂടുതൽ കൗതുകകരമായ കാഴ്ചയായി മാറി. പിന്നെ മനുഷ്യർ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ പകർത്തി സൂക്ഷിക്കാൻ തുടങ്ങി. ഓർമ്മയുടെ പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ. ക്യാമറ പകർത്തിയ ചിത്രങ്ങൾ മനസ്സിന്റെ പടിവാതിൽക്കലെത്തുമ്പോൾ സുഖമുള്ള ഓർമ്മകളും ചിലത് നോവുകളും സമ്മാനിക്കും. ചിലപ്പോൾ രസകരമായ മുഹൂർത്തങ്ങൾ, ചിലപ്പോൾ നമ്മെ ചിന്തിപ്പിക്കുന്നവ, ചിലപ്പോൾ നൊമ്പരമുണർത്തുന്നവ. അങ്ങനെ വികാരങ്ങളുടെ വിവിധ ഭാവങ്ങൾ ഈ കൊച്ചു ക്യാമറ കണ്ണുകളിലൂടെ നമ്മുടെ മുൻപിൽ ദൃശ്യവിസ്മയം തീർക്കാറുണ്ട്. മഴയുടെ വിവിധ ഭാവങ്ങൾ, പ്രകൃതി രമണീയതയും താണ്ഡവവും എല്ലാം ഇന്ന് ജനങ്ങളിലേക്ക് എത്തുന്നത് ക്യാമറ കണ്ണുകളിലൂടെയാണ്. മൂവി ക്യാമറ വന്നതോടെ സിനിമയുടെ വിസ്മയ ലോകം തുറന്നു. ഇന്ന് പ്രധാന വിനോദ ഉപാധികളിൽ ഒന്നായി മാറി ക്യാമറ ദൃശ്യങ്ങൾ. അതോടൊപ്പം വാർത്തകളുടെ തത്സമയ ദൃശ്യം പകർത്തി മാധ്യമലോകത്തും നിർണായക ഘടകമായി മാറി ക്യാമറകൾ. സങ്കടപ്പെടുത്തുന്ന ജീവിതമാണ് കോഴിക്കോട് എടച്ചേരിപ്പൊയിലെ ബാലന്റെയും 3 മക്കളുടെയും. നിത്യവും മരുന്ന് കഴിക്കേണ്ട വൃക്കരോഗിയാണ് ബാലൻ. 3 മക്കളാവട്ടെ ഭിന്നശേഷിക്കാരും. മരുന്ന് വാങ്ങാൻ പണമില്ലാത്ത ഇവർക്ക് അന്തി ഉറങ്ങാൻ നല്ലൊരു വീടുമില്ല. നടുവണ്ണൂർ തോട് കടന്ന് നേരെ പോകുന്നത് ബാലന്റെ വീട്ടിലേക്കാണ്. ബാലനും 3 മക്കളും ഈ വീട്ടിലാണ് കഴിയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ സ്വയം ജീവിതം അവസാനിപ്പിച്ചതാണ് ബാലന്റെ ഭാര്യ വത്സല. മഹാവ്യാധിയിൽ നിന്ന് രക്ഷ നേടില്ലെന്ന് കരുതി ചെയ്തതാണ്. പിന്നീടുള്ള ബാലന്റെ ജീവിതം കൃഷ്ണദാസ്, പ്രസാദ്, നന്ദകുമാർ എന്നീ 3 മക്കൾക്കൊപ്പമായി. മൂവരും ദിവ്യാംഗരാണ്. കഠിനമായ ജോലികൾ ചെയ്യാനാവില്ല. എങ്കിലും നന്ദകുമാർ തുരുത്തിയാട് സാന്ത്വനം സ്കൂളിൽ ചൂടിപ്പായ നിർമ്മിക്കാൻ പോകുന്നുണ്ട്. ബാലന്റെ വാർദ്ധക്യ പെൻഷനും മക്കളുടെ വികലാംഗ പെൻഷനുമാണ് ആകെയുള്ള വരുമാനം. ഈ പണം കൊണ്ട് കുടുംബം പുലരണം. ബാലന്റെ ചികിത്സാ ചെലവ് കഴിയണം. കിഡ്നീൻ്റെ പ്രശ്നം മെയിനായിട്ട്. ഭക്ഷണമൊന്നും കഴിക്കുമ്പോൾ ഛർദ്ദിച്ചു പോവുക. പിന്നെ നടക്കാൻ ലേശം പറയാൻ വഴിയൊക്കെ ആയിട്ട് നടക്കണ്ട്. കുട്ടികൾ 3 ഒരുത്തനും ഇവിടെ എല്ലാ ഓഫീസിനാണ്. എല്ലാവരും ഇവിടെ ഉണ്ട്. ഒരാന്നിപ്പം നമ്മൾ നോക്കുന്നത് പെൻഷൻ പൈസ കൊണ്ട് ഒപ്പിച്ച് അങ്ങോട്ട് പോവുകയാണ്.
വീടും വീട്ടിലേക്കുള്ള വഴിയും പേരിനു മാത്രമാണ്. മഴക്കാലത്ത് വീടിനകത്ത് വെള്ളം കയറും, കിണറും മലിനമാകും. വീട്ടിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഇടയിൽ ഒരു തോട് ഉൾപ്പെടുന്നതുമാണ്. താൽക്കാലികമായ കൗങ്ങുപാലം ഉണ്ടെങ്കിലും അതൊട്ടും സുരക്ഷിതമല്ല. എല്ലാ അർത്ഥത്തിലും ബാലനെയും മക്കളെയും ജീവിതം വെല്ലുവിളിക്കുകയാണ്. ഈ കുടുംബത്തെ സഹായിക്കാം. ജനം, കോഴിക്കോട്. സംസ്ഥാനത്തെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിച്ചു. ജില്ലയിൽ കണ്ടെത്തിയ 903 കുടുംബങ്ങളെ മൈക്രോ പ്ലാനിങ്ങിലൂടെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചതായി സംസ്ഥാന സർക്കാർ പറയുന്നു. സർക്കാരിൻ്റേത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പൊറാട്ട് നാടകമെന്ന് BJP ആരോപിച്ചു. കോട്ടയത്തെ ആദ്യ അതിദരിദ്രരില്ലാത്ത ജില്ലയായി പ്രഖ്യാപിച്ചത് സംസ്ഥാന സർക്കാരിന്റെ വലിയ നേട്ടമായാണ് അവതരിപ്പിക്കുന്നത്. സംസ്ഥാനത്തിനാകെ കോട്ടയം മാതൃകയാണെന്നും സർക്കാരിന്റെ ചിട്ടയായ പ്രവർത്തനമാണ് നേട്ടത്തിന് പിന്നിലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും, സർക്കാർ പ്രഖ്യാപിച്ച ലക്ഷ്യം 2025 നവംബർ 1 ആകുമ്പോഴേക്കും കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി, ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്തമാക്കി സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കും എന്ന് അഭിമാനത്തോടെ തന്നെ പറയാനാവും, ആത്മവിശ്വാസത്തോടെ പറയാനാവും. അതിൽ കോട്ടയം വഴി കാണിച്ചിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കോട്ടയം പുതിയൊരു ചരിത്രം കൂടി എഴുതിയിരിക്കുകയാണ്. നവംബർ 1 കേരളം പുതുചരിത്രം എഴുതുമ്പോൾ അതിന്റെ ആമുഖം എഴുതിയ ജില്ലയായി കോട്ടയം തീർച്ചയായിട്ടും അറിയപ്പെടും. ജില്ലയിൽ അതിദരിദ്രരായി 903 കുടുംബങ്ങളാണ് അന്തിമ പട്ടികയിലുണ്ടായിരുന്നത്. ഓരോ കുടുംബത്തിനും പ്രത്യേക പദ്ധതി എന്ന നിലയിൽ മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ തയ്യാറാക്കിയ പ്ലാൻ പ്രകാരം ഭൂമി, പാർപ്പിടം, ഭക്ഷണം, മരുന്നുകൾ, പാലിയേറ്റീവ് കെയർ, ആരോഗ്യ സഹായ ഉപകരണങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും ആവശ്യമുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും ലഭ്യമാക്കിയാണ് നേട്ടം കൈവരിച്ചത് എന്ന് സർക്കാർ അവകാശപ്പെടുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പൊറാട്ടു നാടകം മാത്രമാണിതെന്ന് BJP കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻലാൽ പറഞ്ഞു. ലൈഫ് പദ്ധതി പോലും സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി നടത്തുന്നില്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമാണ് എങ്ങും പ്രതിഫലിക്കുന്നത്. എന്നാൽ ക്രെഡിറ്റ് സ്വന്തമാക്കുന്നതിനായി നടത്തുന്ന കൺകെട്ട് വിധിയാണ് ഇപ്പോൾ അരങ്ങേറുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു. ഇന്ന് കോട്ടയം ജില്ലയെ ഈ പ്രഖ്യാപനത്തിലൂടെ ഈ ഇലക്ഷൻ മുമ്പ് ആയിട്ടുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് BJP പറയുന്നതിന്റെ പിന്നിൽ എന്തൊക്കെ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ജനങ്ങളോട് പറയാൻ തയ്യാറാണ്. ഈ ജില്ല തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇന്നും നിരവധി പ്രദേശങ്ങളിൽ വീടില്ലാത്ത ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും, ശൗചാലയങ്ങളില്ലാത്ത ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ ആളുകൾ ജീവിക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ ഇന്ന് ക്ഷേമ പെൻഷനൊക്കെ കൊടുത്തിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. ഒരു വീടുകളിൽ പോലും കൃത്യമായ പദ്ധതി ക്ഷേമ പെൻഷൻ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ജനങ്ങൾ കടയിൽ പോകാൻ, സാധനങ്ങൾ വാങ്ങാൻ ഒന്നും പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഈ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇത്തരം പ്രഹസനങ്ങൾ ജനങ്ങളെ. സംസ്ഥാനത്ത് കുടുംബശ്രീയെ ഉപയോഗിച്ച് നടത്തിയ സർവേയിൽ 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരായി കണ്ടെത്തിയെന്നും അതിൽ 93% കുടുംബങ്ങളെയും മോചിപ്പിച്ചതായും സർക്കാർ അവകാശപ്പെടുന്നു. ജനം, കോട്ടയം. തൃശൂർ നെല്ലങ്കരയിൽ പോലീസിനെ ഗുണ്ടകൾ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത മുഖ്യപ്രതി ബ്രഹ്മജിത്ത് ജയിലിൽ നിന്ന് 4 ദിവസം മുൻപാണ് പുറത്തിറങ്ങിയത്. കാപ്പ കേസിൽ കരുതൽ തടങ്കലിലായിരുന്ന ബ്രഹ്മജിത്ത് ശിക്ഷാ ഇളവ് നേടിയാണ് ജയിൽ മോചിതനായത്. കാപ്പ അഡ്വൈസറി ബോർഡിനെ സമീപിച്ച് ഇളവ് നേടുകയായിരുന്നു. 2 കൊലപാതക കേസിലടക്കം 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ബ്രഹ്മജിത്ത്. സാനു കെ സജീവ് ചേരുന്ന വിവരങ്ങളുമായി. സാനു, വിവരങ്ങൾ എന്താണ്? ഇന്നലെ വൈകിട്ട്, അതായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് 8 മണിയോടുകൂടി ആരംഭിച്ച ലഹരി പാർട്ടി ഒരു പുലർച്ചെ 3 മണിയോടെ വലിയൊരു അടിയിലേക്ക്, സംഘർഷത്തിലേക്ക് മാറിയിരുന്നു. തുടർന്ന് ഈ സംഘർഷം പരിഹരിക്കാൻ വേണ്ടി, അതായത് അഹദും അൽസാഫും എന്ന പേരുള്ള 2 പേരുടെയും വീടിന് സമീപമാണ് ഈ ലഹരി പാർട്ടി സജ്ജീകരിച്ചത്. ഇവരുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എത്തിയ പോലീസ് വാഹനവും പോലീസിനെ അടക്കം അടിച്ച് പരിക്കേൽപ്പിക്കുകയും 3 പോലീസ് വാഹനങ്ങൾ തകർക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ബ്രഹ്മജിത്ത് കാപ്പ കേസിൽ ജയിൽ മോചിതനായ 4ാമത്തെ ദിവസമാണ് ഈ ഒരു അക്രമം, ഈ നെല്ലങ്കരയിൽ പോലീസിനെ ആക്രമിക്കുകയും പോലീസ് വാഹനങ്ങൾ തല്ലി തകർക്കുകയും ചെയ്തിട്ടുള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാപ്പ അഡ്വൈസറി ബോർഡിനെ സമീപിച്ച് ഇളവ് തേടിയ ശേഷം
പുറത്തിറങ്ങുകയും തുടർന്ന് ഈ അഹദിന്റെ പിറന്നാളുമായി ബന്ധപ്പെട്ടുള്ള ലഹരി പാർട്ടി പങ്കെടുത്തതിന് ശേഷമാണ് ഇത്തരം ഒരു സംഘർഷത്തിലേക്ക് ഇവർ എത്തിയതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ആൾതാമസമില്ലാത്ത സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് കടന്നു കയറിയാണ്, അതിക്രമിച്ച് കയറിയാണ് ഈ ഒരു ലഹരി പാർട്ടി അവിടെ നടത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികളെ 15ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഇതിൽ 4 പേരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശരി സാനു. പാലക്കാട് മലമ്പുഴ കാഞ്ഞിരക്കടവിൽ വീടിന് സമീപം പുലിയെത്തി. നവോദയ സ്കൂളിന് സമീപമുള്ള വീട്ടുമുറ്റത്താണ് പുലിയെത്തിയത്. വളർത്തുനായയുടെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ യുവതിയാണ് പുലിയെ കണ്ടത്. അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഈ ഭാഗങ്ങളിൽ ഇങ്ങനെ ഈ പുലിയുടെ പ്രശ്നം ഉണ്ടാകാറുള്ളതാണ്, വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് ഈ കാട്ടാനിയും പുലിയും ഒക്കെ ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെ തുടർച്ചയായി എത്തുന്നു എന്നുള്ള പരാതി ഉയരുന്നുണ്ട്. ഏതായാലും മലമ്പുഴയിലെ കാഞ്ഞിരക്കടവിലാണ് വീടിന് സമീപത്തായിട്ട് ഇങ്ങനെ പുലി എത്തിയിരിക്കുന്നത്. വീട്ടുമുറ്റത്തിന് തൊട്ട് അരികിലായിട്ടുള്ള മരങ്ങളും മറ്റുമൊക്കെ ഉള്ള ഭാഗമാണ്. ആ ഭാഗത്താണ് കൃഷിയും മറ്റുമൊക്കെ നടത്തുന്ന ഭാഗമാണ്. അവിടെയാണ് ഇങ്ങനെ പുലി എത്തിയത്. ആദ്യം അവിടുത്തെ വീട്ടിൽ തന്നെ വളർത്ത് നായയും അതുപോലെ തന്നെ മറ്റ് വളർത്തു മൃഗങ്ങളൊക്കെ ശബ്ദമുണ്ടാക്കുകയായിരുന്നു. ഇത് കേട്ട് വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും പുലി അവിടെ നിന്ന് ഓടി മറഞ്ഞിരുന്നു. പിന്നീട് ആ വീട്ടിൽ തന്നെ CCTV ക്യാമറ ഉണ്ടായിരുന്നു. ആ CCTV ക്യാമറ പരിശോധിച്ചപ്പോഴാണ് അതിൽ ഈ പുലി അവിടെ എത്തിയതായിട്ട് അവർക്ക് കാണാൻ കഴിഞ്ഞത്. തുടർന്ന് വനം വകുപ്പിനെയും മറ്റും വിവരം അറിയിച്ചിരുന്നു. വനം വകുപ്പ് എത്തി അവിടെ പരിശോധനയൊക്കെ നടത്തി. പക്ഷേങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഈ ജനവാസ മേഖലയിൽ വീടിന് സമീപത്ത് തന്നെ ഇങ്ങനെ പുലിയെ കണ്ടതോടുകൂടി തന്നെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഓക്കെ, ശരി അരുൺ. ഏതായാലും അവിടെയും ഈ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിലുള്ള ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടു വീട്ടുമുറ്റത്ത് വന്ന് പോകുന്നതൊക്കെയും. ഏതായാലും ഈ ഒരു വാർത്തയോടുകൂടി ഇന്നത്തെ പുത്തൻപുലരിയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് കാണാം. നമസ്തേ.